അപ്പം എന്താണ് അക്കൗണ്ടിങ് എന്നുള്ളതാണ്. അപ്പോൾ അക്കൗണ്ടിങ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ട്സിൻ്റെ ഡെഫിനിഷനാണ് എഴുതേണ്ടത്. 2 മാർക്കിനുള്ള ക്വസ്റ്റ്യൻ ആണെന്നുണ്ടെങ്കിൽ ഡെഫിനേഷനാണ് എഴുതേണ്ടത്. 2 അതിലധികമോ മാർക്കാണെങ്കിൽ എന്താണ് അക്കൗണ്ടിങ് എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതുക. സാധാരണഗതിയിൽ 2 മാർക്കിനാണ് അക്കൗണ്ടിങ് എന്താണെന്ന് ചോദിക്കുക. അപ്പോൾ നമ്മളുടെ അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ട്സിൻ്റെ ഡെഫിനിഷൻ അത് ഡെഫിനിഷനായിട്ട് തന്നെ എഴുതണം, നമ്മളുടെ വാക്യത്തിൽ എഴുതരുത്. അക്കൗണ്ടിങ് ഈസ് ദ ആർട്ട് ഓഫ് റെക്കോർഡിംഗ്, ക്ലാസിഫൈയിങ് ആൻഡ് സമ്മറൈസിങ് ഇൻ എ സിഗ്നിഫിക്കൻറ്റ് മാനർ ആൻഡ് ടേംസ് ഓഫ് മണി ട്രാൻസാക്ഷൻ ആൻഡ് ഇവൻറ്റ്സ് വിച്ച് ആർ ഇൻ പാർട്ട് അറ്റ് ലീസ്റ്റ് ഓഫ് എ ഫിനാൻഷ്യൽ ക്യാരക്ടർ ആൻഡ് ഇൻ്റർപ്രറ്റിംഗ് ദ റിസൾട്ട് ദെയർ ഓഫ്. ആ ഒരു ഡെഫിനേഷൻ തെറ്റില്ലാതെ അതുപോലെ പഠിച്ച് എഴുതുക. ഓക്കെ, അടുത്ത പ്രോസസ്സ് ഓഫ് അക്കൗണ്ടിങ്. നമ്മളൊരു അക്കൗണ്ടിങ് ചെയ്യുന്ന സമയത്ത് അതിലെന്തൊക്കെ പ്രോസസ്സാണ് ഉള്ളത് എന്നുള്ളതാണ്. അതിലൊന്നാമതാണ് റെക്കോർഡിങ്. അതായത് ഇപ്പോൾ നമ്മളുടെ അക്കൗണ്ടിങ് ട്രാൻസാക്ഷൻസ്, ബിസിനസ്സിൽ ട്രാൻസാക്ഷൻസ് നടക്കുന്ന സമയത്ത് അതിനെ നമ്മളുടെ ജേണൽ എന്ന് പറയുന്ന ബുക്കിൽ കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്യുക. അതിൽ എക്സ്റ്റേണൽ ട്രാൻസാക്ഷനും ഉണ്ട്, ഇൻറ്റേർണൽ ട്രാൻസാക്ഷനും ഉണ്ട്. എക്സ്റ്റേണൽ ട്രാൻസാക്ഷൻ എന്താണെന്ന് പറഞ്ഞാൽ നമ്മളുടെ അതിനൊരു എക്സാമ്പിൾ പറയുന്നത് പർച്ചേസിങ് റോ മെറ്റീരിയൽസ് ഫ്രം സപ്ലയേഴ്സ് ആൻഡ് സെല്ലിംഗ് ഗുഡ്സ് ടു കസ്റ്റമേഴ്സ്. നമ്മളുടെ സപ്ലയേഴ്സിൻ്റെ അടുത്ത് നിന്ന് റോ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്തിട്ട് അത് പ്രൊഡക്ഷൻ നടത്തിയതിന് ശേഷം ഗുഡ്സ് ആയതിനു ശേഷം നമ്മളുടെ കസ്റ്റമേഴ്സിന് അത് സെല്ല് ചെയ്യുക. അപ്പോൾ അത്തരത്തിലുള്ള ട്രാൻസാക്ഷൻസിനെയാണ് നമ്മൾ എക്സ്റ്റേണൽ ട്രാൻസാക്ഷൻ എന്ന് പറയുക. അതായത് പുറത്തുള്ള ആളുകളുമായിട്ട് ട്രാൻസാക്ഷൻസ് നടത്തുക, പുറത്തുള്ളവരുടെ അടുത്ത് നിന്ന് മേടിക്കുക, പുറത്തുള്ളവർക്ക് കൊടുക്കുക. അതായത് ബിസിനസ്സിൽ ഇല്ലാത്ത ആളുകൾക്ക് നമ്മൾ ബിസിനസ്സിൽ സാധാരണ നടത്തുന്ന ട്രാൻസാക്ഷൻസ് ആണ് എക്സ്റ്റേണൽ ട്രാൻസാക്ഷൻസ്. ഇനി ഇന്റേണൽ ട്രാൻസാക്ഷൻസ് ഉണ്ട്. അതായത് നമ്മളെ ബിസിനസ്സിനകത്ത് തന്നെ ഒരു ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് മറ്റൊരു ഡിപ്പാർട്ട്മെന്റിലേക്ക് ട്രാൻസാക്ഷൻ ചെയ്യുന്ന ട്രാൻസാക്ഷൻ നമ്മൾ റെക്കോർഡ് ചെയ്ത് വെക്കണം. അത്തരത്തിലുള്ള ട്രാൻസാക്ഷനെയാണ് ഇന്റേണൽ ട്രാൻസാക്ഷൻസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അടുത്ത പ്രോസസ്സാണ് ക്ലാസിഫൈ ചെയ്യുക. അതായത് നമ്മൾ ജേണൽ ചെയ്ത ട്രാൻസാക്ഷൻസ് ഉണ്ട്. ആ ട്രാൻസാക്ഷനെ നമ്മൾ അടുത്തത് ലെഡ്ജറിലേക്ക് ഗ്രൂപ്പ് ചെയ്യുക, അതിനെയാണ് ക്ലാസിഫൈ ചെയ്യുക എന്ന് പറയുന്നത്. അടുത്തത് സമ്മറൈസ് ചെയ്യുക. അതായത് ഇപ്പം നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുള്ള ആ ഡാറ്റനെ എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ സമ്മറൈസ് ചെയ്യുക. അതായത് അക്കൗണ്ടിങ് ഇൻഫർമേഷനെ അക്കൗണ്ടിങ്ങിനകത്തുള്ള മാനേജ്മെൻറ്റിനെ, ഓണേഴ്സിന്, ക്രെഡിറ്റേഴ്സിന്, ബാങ്കേഴ്സിന് ഇവർക്കൊക്കെ മനസ്സിലാവുന്ന രീതിയിൽ അതിനെ സമ്മറൈസ് ചെയ്യുക. അടുത്ത അനാലിസിസ് ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻ. അതായത് നമ്മുടെ കയ്യിൽ ഫിനാൻഷ്യൽ ഡാറ്റ ഉണ്ട്, അതിനെ അനലൈസ് ചെയ്തിട്ട് എല്ലാവർക്കും ജഡ്ജ്മെൻറ്റ് ചെയ്യാൻ പറ്റിയ രീതിയിൽ അനാലിസ് ചെയ്യുക, അതുപോലെ തന്നെ ഇൻ്റർപ്രറ്റ് ചെയ്യുക. അടുത്ത കമ്മ്യൂണിക്കേഷനാണ്. അതായത് ഈ അനാലിസിസും ഇൻ്റർപ്രിട്ടേഷനും കഴിഞ്ഞതിന് ശേഷം നമ്മളുടെ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ഡിഫറെൻറ്റ് ഇൻഡിവിജ്വൽസ് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അതായത് ഇപ്പം നമ്മൾ അനലൈസ് ചെയ്തതിൽ അല്ലെങ്കിൽ ഇൻ്റർപ്രറ്റ് ചെയ്തതിൽ റിപ്പോർട്ട്സ്, ആ റിപ്പോർട്ട്സിൽ റേഷ്യോസ്, ഗ്രാഫ്സ്, ഡയഗ്രാംസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ ആ ഇതിനൊക്കെ എന്ത് ചെയ്യുക, അതിനൊക്കെ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഇപ്പോൾ ഗ്രാഫ് കണ്ടു കഴിഞ്ഞാൽ ഇത് ഇങ്ങനെയാണ് നമ്മളുടെ ബിസിനസ് ലാംഗ്വേജിൽ അതിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ഓക്കെ, അടുത്ത് ഈ അക്കൗണ്ടിങ്ങിൻ്റെ അഡ്വാൻറ്റേജസ് ഒക്കെയാണ് പറയുന്നത്. ഒന്ന്, അക്കൗണ്ടിങ് വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിസിഷൻസ് എടുക്കാൻ പറ്റും. അതായത് ഇപ്പോൾ നമ്മൾ അക്കൗണ്ടിങ് ചെയ്തതിനനുസരിച്ച് നമ്മളെ ബിസിനസ്സിന് ആവശ്യമായിട്ടുള്ള ഡിസിഷൻസ് എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ നമ്മളുടെ മെമ്മറി ലിമിറ്റേഷൻസിനൊക്കെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. അതായത് നമുക്ക് ഈ ബിസിനസ് ട്രാൻസാക്ഷനൊക്കെ റെക്കോർഡ് ചെയ്താൽ മാത്രമാണ് നമുക്ക് നമ്മളുടെ മെമ്മറിയിൽ ഇപ്പോൾ നമ്മളൊരു ബിസിനസ്സാണ് നടത്തുന്നതെങ്കിൽ അതിൽ എന്തൊക്കെ ട്രാൻസാക്ഷൻസ് ഉണ്ടായി എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചോളം, മനുഷ്യൻ്റെ മെമ്മറിനെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ ഒരു ദിവസം എന്തൊക്കെ ട്രാൻസാക്ഷൻസ് ഉണ്ടായി നമുക്ക് ഓർത്ത് വെക്കാൻ കഴിയും. ഒരു മാസത്തെ അല്ലെങ്കിൽ ഒരു വർഷത്തെ നമുക്ക് ഓർത്ത് വെക്കാൻ കഴിയില്ല. അപ്പോൾ അത്തരം ഇതിനൊക്കെ ഈ നമ്മളെ മെമ്മറി ലിമിറ്റിലൊക്കെ ഓവർകം ചെയ്യുന്നുണ്ട് അക്കൗണ്ടിങ്. അതുപോലെ തന്നെ കമ്പയറിങ് പ്രോഫിറ്റ് ഓവർ ടൈം. അതായത് നമുക്ക് ഓരോ സമയത്തും നമുക്ക് അക്കൗണ്ടിങ് ചെയ്യുന്നതിലൂടെ നമുക്ക് പ്രോഫിറ്റ് കണ്ടെത്താൻ പറ്റും. അടുത്ത ടാക്സ് കംപ്ലയൻസ്. അക്കൗണ്ടിങ്
വഴി എന്താണ്, നമ്മളിപ്പോൾ അക്കൗണ്ടിങ് ഇല്ലെങ്കിൽ നമുക്ക് എങ്ങനെ ടാക്സ് കണ്ടുപിടിക്കാൻ പറ്റും? ബുദ്ധിമുട്ടാണ്. അപ്പോൾ ടാക്സ് കംപ്ലയിൻസ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ അക്കൗണ്ടിങ് വഴി കണ്ടുപിടിക്കാൻ പറ്റും. അതുപോലെ തന്നെ ബിസിനസ് വാല്യുവേഷൻ, നമ്മളുടെ ബിസിനസ്സിൻ്റെ വാല്യൂ, അതായത് നമുക്ക് എത്ര അസറ്റ് ഉണ്ട്, ലയബിലിറ്റി ഉണ്ട്, അതൊക്കെ നമുക്ക് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റും. അടുത്ത ലീഗൽ വാലിഡേഷൻ, അതായത് ഇപ്പോൾ എന്തെങ്കിലും കാരണത്താൽ നമുക്ക് നമ്മളുടെ ബിസിനസ് നിർത്തുക അങ്ങനെ എന്തെങ്കിലും ചെയ്യേണ്ട ആവശ്യം വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒന്നിൽ കൂടുതൽ ആളുകളുള്ള ബിസിനസ് ആണെന്നുണ്ടെങ്കിൽ എന്താണ്, ഈ അക്കൗണ്ടിങ് ഉള്ളത് കൊണ്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും അവിടെ കണ്ടുപിടിക്കാൻ പറ്റൂലേ. അപ്പോൾ അതിനൊക്കെ എന്താണ് ഹെൽപ്ഫുള്ളാണ്. അടുത്ത ലിമിറ്റേഷൻസ് പറയുന്നത്, ഈ അക്കൗണ്ടിങ് എന്ന് പറയുന്നത് ഒരു പോസ്റ്റ്മോർട്ടം അനാലിസിസ് ആണ്. അതായത് ബിസിനസ്സിൻ്റെ, അതായത് നമ്മളുടെ ബിസിനസ്സിൽ എന്തൊക്കെ സംഭവിച്ചു, അല്ലെങ്കിൽ എന്താണ് നമ്മളെ ബിസിനസ്സിൻ്റെ ഈച്ച് ആൻഡ് എവരി ട്രാൻസാക്ഷൻസും നമ്മൾ ഈ അക്കൗണ്ടിങ്ങിൽ എൻ്റർ ചെയ്യുന്നുണ്ട്. ബട്ട് നോ ഇൻഫർമേഷൻ ഫോർ കൺട്രോളിങ് എക്സ്പെൻഡിച്ചറോ അല്ലെങ്കിൽ ഇൻകം ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതോ അക്കൗണ്ടിങ്ങിൽ ഇല്ല എന്നാണ് പറയുന്നത്. അടുത്ത് ഓൺലി മോണിറ്ററി ട്രാൻസാക്ഷൻ കം അണ്ടർ ദ പെർവ്യൂ ഓഫ് അക്കൗണ്ടിങ്. ഇതിൽ ഓൺലി മോണിറ്ററി ട്രാൻസാക്ഷൻസ് മാത്രമാണ് വരുന്നത്. നമ്മളെ എംപ്ലോയീസിൻ്റെ ഹാർഡ് വർക്കിങ്ങോ അല്ലെങ്കിൽ മാനേജ്മെൻറ്റിൻ്റെ എഫിഷ്യൻസിയോ ഒന്നും അക്കൗണ്ടിങ് നോക്കിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ അക്കൗണ്ടിങ്ങിൽ എൻ്റർ ചെയ്യുന്നില്ല. അടുത്തത് ഇറ്റ് ഡസ് നോട്ട് കൺസിഡർ ദ പ്രൈസ് ലെവൽ ചേഞ്ചസ്, അതായത് പ്രൈസ് ലെവലിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് ഇവിടെ നമ്മളെ അക്കൗണ്ടിങ്ങിൽ കൺസിഡർ ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത്. അടുത്ത ബേസ്ഡ് ഓൺ എസ്റ്റിമേഷൻ, അക്കൗണ്ടിങ് ഈസ് ബേസ്ഡ് ഓൺ എസ്റ്റിമേഷൻ ആൾസോ. ഫോർ എക്സാമ്പിൾ ദർ ആർ ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഫോർ പ്രൊവൈഡിങ് ഡിപ്രീസിയേഷൻ. അതായത് അക്കൗണ്ടിങ് എന്താണ് എസ്റ്റിമേഷൻ ബേസ് ചെയ്തിട്ടാണ്. നമ്മളിപ്പോൾ ഡിപ്രീസിയേഷൻ തേയ്മാനം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ഒരുപാട് ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഉണ്ട്. ഒരു ഏത് പർട്ടിക്കുലർ മെത്തേഡാണ് അവിടെ യൂസ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ അക്കൗണ്ടിങ്ങിൽ എൻ്റർ ചെയ്യുന്നില്ല. അപ്പോൾ അതൊരു ലിമിറ്റേഷൻ ആയിട്ടാണ് പറയുന്നത്. ഇനി അടുത്തത് ബേസിക് അക്കൗണ്ടിങ് ടേംസ് ആണ്. അപ്പോൾ ബേസിക് അക്കൗണ്ടിങ് ടേംസിൽ ഫസ്റ്റ് വൺ ബിസിനസ് ട്രാൻസാക്ഷൻ. എന്താണ് ബിസിനസ് ട്രാൻസാക്ഷൻ എന്നുള്ളതാണ്. അതായത് നമ്മളുടെ ബിസിനസ്സിൽ ഒരുപാട് കാര്യങ്ങൾ നടക്കും. അതായത് ഒരാൾ സാധനം വാങ്ങാൻ വന്നത്, ഒരാൾക്ക് സാധനം വിറ്റത്, നമ്മൾ മറ്റുള്ളവരുടെ അടുത്തു നിന്ന് സാധനങ്ങൾ പർച്ചേസ് ചെയ്തത്, അതുപോലെ തന്നെ അപ്പോൾ അങ്ങനെ കുറേ ട്രാൻസാക്ഷൻസ് ഉണ്ട്. ഈ ട്രാൻസാക്ഷൻസിൽ തന്നെ ക്യാഷ് ട്രാൻസാക്ഷൻസ് ഉണ്ട്, ക്രെഡിറ്റ് ട്രാൻസാക്ഷൻസ് ഉണ്ട്. ക്യാഷ് ട്രാൻസാക്ഷൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഗുഡ്സ് ആൻഡ് സർവീസസ് ബൈ ചെയ്യുമ്പോഴോ സെല്ല് ചെയ്യുമ്പോഴോ ക്യാഷ് അപ്പം തന്നെ കൊടുക്കുന്നതിനെയാണ് നമ്മൾ ക്യാഷ് ട്രാൻസാക്ഷൻ എന്ന് പറയാം. അതല്ലെങ്കിൽ ക്യാഷ് കൊടുത്തിട്ടുള്ള ബൈയിങ് ആൻഡ് സെല്ലിങ്ങിനെയാണ് ക്യാഷ് ട്രാൻസാക്ഷൻ എന്ന് പറയാം. ഇനി ക്രെഡിറ്റ് ട്രാൻസാക്ഷൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റ് വാങ്ങുന്നു അല്ലെങ്കിൽ വിൽക്കുന്നു, പക്ഷേ ക്യാഷ് എന്താണ് ഒരു ഫ്യൂച്ചർ ഡേറ്റിൽ അല്ലെങ്കിൽ ഒരു ലേറ്റർ ഡേറ്റിൽ ക്യാഷ് പേയ്മെൻറ്റ് തരാമെന്ന് പറഞ്ഞിട്ടുള്ള ട്രാൻസാക്ഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് അസറ്റ്. അസറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കമ്പനിയുടെ ആസ്തി, അതല്ലെങ്കിൽ എങ്ങനെ പറയാം, നമ്മളൊരു ബിസിനസ് നടത്തുന്നു, ആ ബിസിനസ്സിൻ്റെ ലാൻഡ്, അതിനെന്താണ് ഒരു വാല്യൂ ഉണ്ട് അല്ലേ, അത് ഓണർ കൊടുക്കുന്ന, അതായത് ഓണർ ക്യാഷ് കൊടുത്ത് മേടിച്ചിട്ടുള്ള ഒരു സംഭവമാണ്. അതെന്താണ് ബിസിനസ്സിന് ഒരു ലോങ് ടൈം ആവശ്യമുള്ള ഒരു സാധനമാണ് അല്ലേ ലാൻഡ്. അതുപോലെ ബിൽഡിങ്, അതുപോലെ തന്നെ എക്യുപ്മെൻറ്റ്സ്, മെഷീനറി, ഇതൊക്കെ എന്താണ് കമ്പനിയുടെ സ്വന്തം സാധനങ്ങളാണ്. അതുപോലെ തന്നെ ഇതിന് കമ്പനി എക്സ്പെൻസ് പേ ചെയ്തിട്ടുണ്ടാകും. അത് ബിസിനസ്സിന് ഒരു ലോങ് ടൈം ആയിട്ട് ആവശ്യമുള്ള സാധനങ്ങളാണ്. അപ്പോൾ അത്തരം ഇതിനെയാണ് നമ്മൾ അസറ്റ് എന്ന് പറയുന്നത്. ഇനി അസറ്റിൽ തന്നെ രണ്ട് തരം അസറ്റ് ഉണ്ട്. ഒന്ന് ടാഞ്ചിബിൾ അസറ്റും ഒന്ന് ഇൻടാഞ്ചിബിൾ അസറ്റും. അതായത് ടാഞ്ചിബിൾ അസറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് കാണാനും തൊടാനും പറ്റുന്ന അസറ്റിനെയാണ് നമ്മൾ ടാഞ്ചിബിൾ എന്ന് പറയുക. അതിന് ഉദാഹരണമാണ് മെഷീനറി, ലാൻഡ്, ബിൽഡിങ്, ഫർണിച്ചർ, അത് നമുക്ക് കാണാനും തൊടാനും പറ്റും. ഇനി ഇൻടാഞ്ചിബിൾ അസറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിനൊരു ഫിസിക്കൽ ഫോം ഉണ്ടാവില്ല, അതായത് നമുക്ക് കാണാനോ തൊടാനൊന്നും പറ്റില്ല. അതിന് എക്സാമ്പിളാണ് കോപ്പി റൈറ്റ്, ട്രേഡ് മാർക്ക്, ഗുഡ് വില്ല്,
അതൊക്കെ പറയുന്നത്. അതായത് ഇതൊക്കെ എന്താണ്, കമ്പനിക്ക് ഒരു പേരും ഇതുണ്ടാക്കുന്ന അസറ്റാണ്. ട്രേഡ് മാർക്ക് കേട്ടിട്ടുണ്ടാവില്ലേ, ഗുഡ് വില്ല്, അതൊക്കെ എന്താണ്, കമ്പനിക്ക് പേരും പ്രശസ്തിയൊക്കെ ഉണ്ടാക്കുന്ന അസറ്റുകളാണ്. അതിനും വാല്യൂ ഉണ്ട്. അതുപോലെ തന്നെ അത് കാണാനോ തൊടാനോ പറ്റില്ല. അടുത്ത ലയബിലിറ്റീസ് പറഞ്ഞാൽ ബാധ്യത എന്നാണ് മീനിങ്. അതായത് ഇപ്പോൾ കമ്പനി ഒരു ലോൺ എടുത്തു കഴിഞ്ഞാൽ ലോൺ ഒരു ബാധ്യതയാണ്, ലയബിലിറ്റിയാണ്. അതുപോലെ തന്നെ മറ്റുള്ളവരുടെ അടുത്ത് നിന്ന് കമ്പനി കടം വാങ്ങുന്നത്, അതുപോലെ തന്നെ മറ്റ് ഫിനാൻഷ്യൽ ഒബ്ലിഗേഷൻസ്, അതായത് അത്തരത്തിലുള്ളതിനെയാണ് നമ്മൾ ലോൺ എന്ന് പറയുന്നത്. പിന്നെ പർച്ചേസസ് പറഞ്ഞാൽ സപ്പോസ് ഐ കമ്പനി ബോട്ട് ലെതർ ആൻഡ് അതർ റോ മെറ്റീരിയൽസ് ടു മാനുഫാക്ചർ ഷൂ. അതായത് കമ്പനി ഷൂ ആണ് ഉണ്ടാക്കുന്നത്, കമ്പനിക്ക് എന്താണ് അതിന് റോ മെറ്റീരിയൽസ് ആവശ്യമാണ്. അപ്പോൾ ആ റോ മെറ്റീരിയൽസ് ആവശ്യമാണെങ്കിൽ കമ്പനി എവിടെയെങ്കിലും പർച്ചേസ് ചെയ്യണ്ടേ. അപ്പം അതിനെയാണ് പർച്ചേസ് എന്ന് പറയുന്നത്. പർച്ചേസിന് സ്വന്തമായിട്ടൊരു റെക്കോർഡ്സ് ഓഫ് ബുക്സ് ഉണ്ട്. ഇനി അടുത്തത് സെയിൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്, വിൽക്കുക. അതായത് നമ്മളൊരു സാധനം റോ മെറ്റീരിയൽസ് വാങ്ങിയിട്ട് പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് സെല്ല് ചെയ്യണം അല്ലേ. അപ്പോൾ പർച്ചേസ് പോലെ തന്നെ സെല്ലിങ്ങിനും ഒരു സ്വന്തമായിട്ടൊരു റെക്കോർഡ്സ് ഓഫ് ബുക്സ് ഉണ്ട്. അടുത്തത് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഒരു ബിസിനസ് തുടങ്ങുന്ന സമയത്ത് അതിൻ്റെ ഓണേഴ്സ് ആ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന, അവർ ഓൾറെഡി കളക്ട് ചെയ്ത് വെച്ച സേവിങ്സ് അതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ എവിടെന്നെങ്കിലും ക്യാഷ് എടുത്തിട്ട് അതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന, അതായത് ബിസിനസ് തുടങ്ങുമ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആ എമൗണ്ട് ഓഫ് മണിയാണ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അടുത്ത ഡ്രോയിങ്സ് ആണ്. ഡ്രോയിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളൊരു ബിസിനസ് 2-3 പാർട്ട്നേഴ്സ് ചേർന്നിട്ട് നടത്തുന്നു. അപ്പോൾ അതിലൊരു പാർട്ട്ണർ എന്ത് ചെയ്യാണ്, അയാളുടെ സ്വന്തം ആവശ്യത്തിന് വേണ്ടിയിട്ട് അയാൾ വിഡ്രോ ചെയ്യാണ്. ആ വിഡ്രോ ചെയ്യുന്ന ഇതെന്തായിരിക്കണം, പേഴ്സണലായിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കണം. അങ്ങനെ വിഡ്രോ ചെയ്യുന്ന എമൗണ്ടിനെയാണ്, അല്ലെങ്കിൽ വിഡ്രോ ചെയ്യുന്നതിനെയാണ്, എന്തും വിഡ്രോ ചെയ്യാം, ഒക്കെ എന്താണ് ഡ്രോയിങ്സ് ആണ്. അടുത്തത് ഡെപ്റ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളുടെ കമ്പനി ഒരു ഷൂ മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനിയാണ്. അവിടെ വേരിയസ് റീറ്റെയിൽ സ്റ്റോറുകൾ അവിടെ വന്നിട്ട് പർച്ചേസ് ചെയ്യുന്നുണ്ടാകും. അങ്ങനെ പർച്ചേസ് ചെയ്യുമ്പോൾ എന്താണ്, ചിലർ ക്യാഷ് പർച്ചേസ് നടത്തും, ചിലർ ക്രെഡിറ്റ് പർച്ചേസ് നടത്തും. അപ്പോൾ നമ്മളുടെ ഷൂ കമ്പനിയിൽ നിന്നും ക്രെഡിറ്റ് ആയിട്ട് പർച്ചേസ് ചെയ്യുന്ന ആളുകളെയാണ് ഡെപ്റ്റേഴ്സ് എന്ന് പറയുന്നത്. അതായത് നമ്മളെ കമ്പനിയിൽ നിന്നും ഒരാൾ വന്നിട്ട് ഷൂ പർച്ചേസ് ചെയ്തു. ഷൂ പർച്ചേസ് ചെയ്യുമ്പോൾ അയാൾ നമുക്ക് ക്യാഷ് തന്നില്ല. ക്യാഷ് തരാതെ അയാൾ പറഞ്ഞു എത്ര ദിവസത്തിനുള്ളിൽ ക്യാഷ് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ നമ്മളുടെ ഡെപ്റ്ററാണ്. നമ്മളിൽ നിന്ന് കടം വാങ്ങിപ്പോയ ആളെയാണ് നമ്മൾ ഡെപ്റ്റർ എന്ന് പറയുന്നത്. ഇനി എന്താണ് ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ ഈ ഷൂ കമ്പനിക്ക് എന്താണ് അതിൻ്റെ റോ മെറ്റീരിയൽസ് എന്താണ് വാങ്ങേണ്ടി വരും അല്ലേ. അപ്പോൾ റോ മെറ്റീരിയൽസ് വാങ്ങുമ്പോൾ നമ്മൾ വേറൊരു കമ്പനിയുടെ അടുത്ത് നിന്നാണ് റോ മെറ്റീരിയൽ വാങ്ങുന്നത്. ഷൂ ഉണ്ടാക്കാനുള്ള ലെതർ മറ്റൊരു കമ്പനിയിൽ നിന്നാണ് നമ്മൾ വാങ്ങുന്നത്. ആ കമ്പനിയുടെ പേര് ഇതിൽ പറയുന്നത് ABC ലിമിറ്റഡ് ആണ്. ആ ABC ലിമിറ്റഡിൻ്റെ കയ്യിൽ നിന്ന് നമ്മൾ കടമായിട്ടാണ് വാങ്ങുന്നതെങ്കിൽ ആ ABC ലിമിറ്റഡ് നമ്മളുടെ ക്രെഡിറ്ററാണ്. മനസ്സിലായോ? നമ്മൾ ആരുടെ കയ്യിൽ നിന്നാണോ കടം വാങ്ങുന്നത് അയാൾ നമ്മളുടെ ക്രെഡിറ്ററാണ്. നമുക്ക് ആരാണോ ക്യാഷ് തരാനുള്ളത് അയാൾ നമ്മളുടെ ഡെപ്റ്ററാണ്. അടുത്ത സ്റ്റോക്ക് പറഞ്ഞാൽ നമ്മുടെ ബിസിനസ്സിൽ എന്താണ് അവൈലബിൾ ആയിട്ടുള്ള ഒരു പർട്ടിക്കുലർ പീരീഡിൽ നമ്മുടെ ബിസിനസ്സിൽ അവൈലബിൾ ആയിട്ടുള്ള ഗുഡ്സിനെ, അതായത് നമ്മളുടെ പ്രൊഡക്റ്റിനെ, നമ്മൾ ഉണ്ടാക്കി വെച്ച പ്രൊഡക്റ്റിലെ, അതാണ് സ്റ്റോക്ക് എന്ന് പറയുന്നത്. അടുത്ത ഇൻകം എന്ന് പറഞ്ഞാൽ നമ്മളെ ഗാലക്സി പ്രൈവറ്റ് ലിമിറ്റഡ് നമ്മളുടെ ഓഫീസിൻ്റെ ഒരു ചെറിയൊരു ഭാഗം അവിടെ കഫറ്റീരിയ നടത്താൻ വേണ്ടിയിട്ട് കൊടുത്തു.
അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ചെറിയ ഭാഗത്തിന് മാസം മാസം റെൻറ്റ് കിട്ടുമല്ലോ. ആ റെൻ്റൽ എമൗണ്ടാണ് നമ്മളുടെ ഇൻകം എന്ന് പറയുന്നത്. അതായത് നമ്മളുടെ ബിസിനസ്സിൽ നിന്ന് അല്ലാണ്ട് നമുക്ക് എക്സ്ട്രാ കിട്ടുന്ന വരുമാനമാണ് നമ്മളുടെ ഇൻകം. അടുത്ത എക്സ്പെൻസ്. ഇനി എക്സ്പെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത്തെ ഒരു ദിവസം നമ്മളുടെ ഗാലക്സി പ്രൈവറ്റ് ലിമിറ്റഡിന് ഒരുപാട് എക്സ്പെൻസ് ഉണ്ടാവും. അതായത് എംപ്ലോയീസിന് വേജ് കൊടുക്കേണ്ടി വരും, സ്റ്റേഷനറി പർച്ചേസ് ചെയ്യേണ്ടി വരും, അത് സപ്ലൈ ചെയ്യേണ്ടി വരും. അപ്പോൾ അതിനൊക്കെ എക്സ്പെൻസ് ഉണ്ട് അല്ലേ. അപ്പോൾ ഇങ്ങനെ ഒരു നമ്മളുടെ ബിസിനസ്സിന് റവന്യൂ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ അതിന് മണി സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഇതിൽ ഒരുപാട് എക്സ്പെൻസ് വരുന്നുണ്ട്, അതായത് ചിലവുകൾ വരുന്നുണ്ട്. ഇപ്പോൾ ഈ റെൻറ്റ്, എംപ്ലോയീസിന് വേജ്, അതുപോലെ തന്നെ അതായത് ബിസിനസ് നിൽക്കുന്ന കെട്ടിടത്തിന് റെൻറ്റ് കൊടുക്കേണ്ടി വരും. അതുപോലെ തന്നെ എംപ്ലോയീസിന് വേജ്, സാലറി, ഇൻഷുറൻസ് പ്രീമിയം കൊടുക്കേണ്ടി വരും. അതുപോലെ തന്നെ അഡ്വർടൈസ്മെൻറ്റ് ചെയ്യുന്നതിന് കോസ്റ്റ്, ഫോൺ സർവീസിന് ചാർജ് ഉണ്ട്. അങ്ങനെ ഒരുപാട് എക്സ്പെൻസുകൾ വരുന്നുണ്ട്. അതാണ് ബിസിനസ്സിൻ്റെ എക്സ്പെൻസ് എന്ന് പറയുന്നത്. ഇനി അടുത്ത് എക്സ്പെൻഡിച്ചറാണ്. എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പെൻസും എക്സ്പെൻഡിച്ചറും സെയിം അല്ല, രണ്ടും ഡിഫറെൻ്റ് ആണ്. അപ്പോൾ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ എമൗണ്ട് പെയ്ഡ് ടു അക്വയർ അസെറ്റ് ആൻഡ് മെയിൻറ്റെയിൻ ദ ഏണിംഗ് പൊട്ടൻഷ്യൽ ഓഫ് ദ ബിസിനസ്. അതായത് ബിസിനസ്സിൻ്റെ ഏണിംഗ് പൊട്ടൻഷ്യൽ മെയിൻറ്റെയിൻ ചെയ്യാനും അസെറ്റ് ഉണ്ടാക്കാനും വേണ്ടിയിട്ടുള്ള ഇതിനെയാണ് നമ്മൾ എക്സ്പെൻഡിച്ചർ എന്ന് പറയുക. അതായത് എക്സ്പെൻഡിച്ചറിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഒന്ന് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറും മറ്റേത് റവന്യൂ എക്സ്പെൻഡിച്ചറും. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ എമൗണ്ട് റിക്വയർഡ് ഫോർ അക്വയറിങ് ഫിക്സഡ് അസെറ്റ് ആണ്. ഫിക്സഡ് അസെറ്റിൻ്റെ മുകളിൽ ചിലവാക്കുന്ന എമൗണ്ടാണ് നമ്മളുടെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ബിസിനസ്സിൻ്റെ ഡേ ടു ഡേ ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ട് ചിലവാക്കുന്ന എക്സ്പെൻസിനാണ് നമ്മൾ റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. അതായത് ബിസിനസ്സിൻ്റെ ഏണിംഗ് കപ്പാസിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ചിലവാക്കുന്ന എമൗണ്ടാണ്. ആസ് ഗാലക്സി പ്രൈവറ്റ് ലിമിറ്റഡ് ബിസിനസ് എക്സ്പാൻഡ്. ഇപ്പോൾ ഗാലക്സി പ്രൈവറ്റ് ലിമിറ്റഡ് ബിസിനസ് എക്സ്പാൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ they had trouble meeting customer demand with their existing production capacity. അവരുടെ നിലനിൽക്കുന്ന പ്രൊഡക്ഷൻ കപ്പാസിറ്റിയിൽ തന്നെ അവരെന്ത് ചെയ്യേണ്ടി വരും, അവരുടെ കസ്റ്റമേഴ്സിനെ മീറ്റ് ചെയ്യേണ്ടി വരും. അതായത് ഡിഫറെൻ്റ് ആയിട്ട് മീറ്റ് ചെയ്യേണ്ടി വരും. കാരണം എന്താണ്, അവരുടെ ബിസിനസ് എക്സ്പാൻഡ് ചെയ്യാണ്. അപ്പോൾ ടു ഇൻക്രീസ് ഔട്ട്പുട്ട് ദേ പർച്ചേസ്ഡ് ന്യൂ മെഷീനറി ടു റീപ്ലേസ് ഓൾഡർ എക്യുപ്മെൻറ്റ്. അപ്പോൾ അവരുടെ പ്രൊഡക്ഷൻ കൂട്ടാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യേണ്ടി വരും, പുതിയ മെഷീനറികൾ പർച്ചേസ് ചെയ്യേണ്ടി വരും. ദ മണി ഗാലക്സി സ്പെൻഡ് ടു ഒബ്റ്റെയിൻ ദിസ് ന്യൂ പ്രൊഡക്ഷൻ മെഷീനറി ഈസ് കൺസിഡേർഡ് ആസ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഓഫ് ദ കമ്പനി. അതായത് ഇപ്പോൾ ഇവർ പുതിയ മെഷീൻ വാങ്ങാൻ വേണ്ടിയിട്ട് ചിലവാക്കുന്ന ആ ഒരു എമൗണ്ട് എന്താണ്, കമ്പനിയുടെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറാണ്. അതായത് എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, റെൻറ്റ് കൊടുക്കാൻ, വേജ് കൊടുക്കാൻ, പ്രീമിയം അടക്കാൻ, ഇൻഷുറൻസ് പ്രീമിയം അടക്കാൻ, ടെലിഫോൺ ചാർജ് ആക്കാൻ, അതൊക്കെ ആയിരുന്നു എക്സ്പെൻസ് ഉണ്ടായിരുന്നത്. ഇവിടെ എന്താണ്, ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ മെഷീനറി ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്താണ് വാങ്ങുന്നതെങ്കിൽ അതെന്തായിരുന്നു, അവിടെ ക്യാപിറ്റൽ യൂസ് ചെയ്തിട്ടാണ് വാങ്ങിയിട്ടുണ്ടാവുക അല്ലേ. ഇവിടെ എന്ന് പറഞ്ഞാൽ ഇത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറാണ്. ഓക്കെ, അതായത് പുതിയൊരു മെഷീനറി കമ്പനി തുടങ്ങിയതിൻ്റെ, അതായത് ഒരു ബിസിനസ്സിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ട് മെഷീനറി വാങ്ങുന്നത് എന്താണ്, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറാണ്. ഓക്കെ, പിന്നെ നമ്മളുടെ ഡേ ടു ഡേ എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്നതാണ് റവന്യൂ എക്സ്പെൻഡിച്ചർ. അപ്പോൾ അത്രയാണ് ടേംസ് ഉള്ളത്. അടുത്തത് ബ്രാഞ്ചസ് ഓഫ് അക്കൗണ്ടിങ് ആണ്. അതിൽ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ഉണ്ട്, കോസ്റ്റ് അക്കൗണ്ടിങ് ഉണ്ട്, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ഉണ്ട്. ഓക്കെ, അപ്പോൾ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ നമ്മളെ ബിസിനസ്സിലുള്ള ഇൻറ്റേർണൽസിന്, അതായത് സ്റ്റേക്ക് ഹോൾഡേഴ്സ്, പ്രിലിമിനറി മാനേജ്മെൻറ്റ്, ഇവർക്കൊക്കെ ഡിസിഷൻ മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സപ്പോർട്ടിംഗ് ആയിട്ട്, അല്ലെങ്കിൽ അവരുടെ ഓപ്പറേഷണൽ കൺട്രോളിന് വേണ്ടിയിട്ട് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുന്നതിനെയാണ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. ഓക്കെ, ബിസിനസ്സിനകത്തുള്ള സ്റ്റേക്ക് ഹോൾഡേഴ്സ്, മാനേജ്മെൻറ്റ്, ഇവർക്കൊക്കെ ഡിസിഷൻ മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുന്നതിനെയാണ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. അതായത് ഇതിൽ ഇൻവോൾവ് ചെയ്യുന്ന ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ ബജറ്റ്, കോസ്റ്റ് അനാലിസിസ്,
വേരിയൻസ് അനാലിസിസ്, പെർഫോം മെഷർമെൻറ്റ്, ഇതൊക്കെയാണ് ഇതിൽ വരുന്നത്. ഓക്കെ, ഇനി അടുത്ത് കോസ്റ്റ് അക്കൗണ്ടിങ് ആണ്. കോസ്റ്റ് അക്കൗണ്ടിങ് ഫോക്കസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ അനലൈസ് ചെയ്യുക, റെക്കോർഡ് ചെയ്യുക, കൺട്രോളിങ് കോസ്റ്റ്, അതുപോലെ തന്നെ കോസ്റ്റ് അനലൈസ് ചെയ്യുക, കോസ്റ്റ് റെക്കോർഡ് ചെയ്യുക, കോസ്റ്റ് കൺട്രോൾ ചെയ്യുക. അതായത് പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ ആണ്. അതായത് നമ്മൾ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താണ് ഒരുപാട് കോസ്റ്റ് വരും. അതിനെ അനലൈസ് ചെയ്യുക, റെക്കോർഡ് ചെയ്യുക, കൺട്രോൾ ചെയ്യുക. അതാണ് കോസ്റ്റ് അക്കൗണ്ടിങ്. ഇറ്റ് ഇൻവോൾവ്സ് ക്ലാസിഫൈയിങ് ആൻഡ് അലോക്കേറ്റിംഗ് കോസ്റ്റ്. ആദ്യം കോസ്റ്റിനെ ക്ലാസിഫൈ ചെയ്യും, എന്നിട്ട് അതിനെ അലോക്കേറ്റ് ചെയ്യും ടു ഡിഫറെൻറ്റ് കോസ്റ്റ് സെൻറ്റേഴ്സ് സച്ച് ആസ് ഡിപ്പാർട്ട്മെൻറ്റ് ഓർ പ്രോഡക്ട്സ് ടു ഡിറ്റർമിൻ ദെയർ പ്രോഫിറ്റബിലിറ്റി ആൻഡ് എഫിഷ്യൻസി. ഓക്കെ, അപ്പോൾ കോസ്റ്റ് അക്കൗണ്ടിങ് ട്രാക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ അതായത് മെയിനായിട്ട് കോസ്റ്റാണ്. ഓരോ കോസ്റ്റുകൾ, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കോസ്റ്റുകളെ അക്കൗണ്ട് ചെയ്യുന്നതാണ് കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. അടുത്ത ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ആണ്. ദിസ് ഈസ് എ സ്പെസിഫിക് ബ്രാഞ്ച് ഓഫ് അക്കൗണ്ടിങ് ദാറ്റ് ഫോക്കസ് ഓൺ പ്രിപ്പയറിംഗ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഫോർ എക്സ്റ്റേണൽ യൂസേഴ്സ് സച്ച് ആസ് ഇൻവെസ്റ്റേഴ്സ്, ക്രെഡിറ്റേഴ്സ് ആൻഡ് റെഗുലേറ്ററി ഏജൻസീസ്. അതായത് ഇൻവെസ്റ്റേഴ്സ്, ക്രെഡിറ്റേഴ്സ്, റെഗുലേറ്ററി ഏജൻസീസിനൊക്കെ എന്താണ് എക്സ്റ്റേണൽ, ഇവരൊക്കെ എന്താണ് ബിസിനസ്സിൻ്റെ എക്സ്റ്റേണൽ യൂസേഴ്സാണ്. ഇവർക്ക് വേണ്ടിയിട്ട് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്. ഇപ്പം നമ്മൾ ചെയ്യുന്നതൊക്കെ എന്താണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ആണ്. അതായത് നമ്മൾ മുന്നേ ഈ അക്കൗണ്ടിങ്ങിൻ്റെ ക്ലാസ് എടുക്കുമ്പോൾ അതിലുണ്ടായിരുന്ന ജേണലും ലെഡ്ജറും നമ്മൾ ചെയ്ത ഡാറ്റാസ് എന്താണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൻ്റെ ആണ്. അപ്പോൾ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ഇൻവോൾവ്സ് പ്രിപ്പറേഷൻ ആൻഡ് പ്രസൻറ്റേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് ആണ്, സച്ച് ആസ് ബാലൻസ് ഷീറ്റ്, ഇൻകം സ്റ്റേറ്റ്മെൻറ്റ്, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്സ്. ഓക്കെ, അപ്പോൾ ബാലൻസ് ഷീറ്റ്, ഇൻകം സ്റ്റേറ്റ്മെൻറ്റ്, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ എന്താണ് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്. പ്രിപ്പയർ ചെയ്യുക, അതുപോലെ തന്നെ പ്രസൻറ്റ് ചെയ്യുക എന്നതാണ് ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഫിനാൻഷ്യൽ അക്കൗണ്ട് കൊണ്ട്. ഓക്കെ, അപ്പോൾ അത്രയാണ് ഫിനാൻഷ്യൽ അക്കൗണ്ട്. അടുത്ത ബേസിക് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് ബാലൻസ് ഷീറ്റ്, ഇൻകം സ്റ്റേറ്റ്മെൻറ്റ്. ബാലൻസ് ഷീറ്റിന് പറയുന്ന മറ്റൊരു പേരാണ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫിനാൻഷ്യൽ പൊസിഷൻ. പിന്നെ വാട്ട് ഇറ്റ് ഇൻക്ലൂഡ്സ്, ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന അസറ്റ്, ലയബിലിറ്റീസ്, ഓണേഴ്സ് ഇക്വിറ്റി ആണ്, അതായത് ബാലൻസ് ഷീറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. പിന്നെ എന്താണ് ഇത് കാണിക്കുന്നത് വെച്ചാൽ ഓവറോൾ ഫിനാൻഷ്യൽ ഹെൽത്ത് ഓഫ് ദി ബിസിനസ് ആണ്. നമ്മുടെ ബിസിനസ്സിൻ്റെ ഓവറോൾ ഫിനാൻഷ്യൽ ഹെൽത്ത് ആണ് ബാലൻസ് ഷീറ്റിൽ കാണിക്കുന്നത്. അടുത്ത ഇൻകം സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇൻകം സ്റ്റേറ്റ്മെൻറ്റിന് പറയുന്ന മറ്റൊരു പേരാണ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഏർണിങ്സ്, നെറ്റ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റ്. ഇതിലെന്താണ് ഇൻക്ലൂഡ് ചെയ്യുന്നത് വെച്ചാൽ റവന്യൂ ആൻഡ് എക്സ്പെൻസ് ആണ്. ഇതിലെന്താണ് കാണിക്കുന്നത് എന്ന് വെച്ചാൽ പ്രോഫിറ്റബിലിറ്റി ഓഫ് ബിസിനസ് ആണ്, ബിസിനസ്സിൻ്റെ പ്രോഫിറ്റബിലിറ്റിയാണ് കാണിക്കുന്നത്. അടുത്ത ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻ്റ് ആണ്. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിന് പറയുന്ന മറ്റൊരു പേരാണ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ക്യാഷ് ഫ്ലോസ്. ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ക്യാഷ് ഫ്രം ഓപ്പറേഷൻസ്, ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് ഫിനാൻസിങ്. ഇത് അതായത് ഓപ്പറേഷനിലൂടെയും ഇൻവെസ്റ്റ്മെൻറ്റിലൂടെയും ഫിനാൻസിലൂടെയും കിട്ടുന്ന ക്യാഷിനെയാണ് ഇതിന് ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഇതിലെന്താണ് കാണിക്കുന്നത് വെച്ചാൽ ആൾ ദ ക്യാഷ് ഗോയിങ് ഇൻ ടു ആൻഡ് ഔട്ട് ഓഫ് ദി ബിസിനസ്. അതായത് ബിസിനസ്സിലേക്ക് വരുന്ന ക്യാഷും ബിസിനസ്സിൽ നിന്ന് പുറത്തു പോകുന്ന ക്യാഷാണ് അതിൽ കാണിക്കുന്നത്. അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഓണേഴ്സ് ഇക്വിറ്റി. ഇതിന് പറയുന്ന മറ്റൊരു പേരാണ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഷെയർ ഹോൾഡേഴ്സ് ഇക്വിറ്റി. ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് സ്റ്റോക്ക്, കോൺട്രിബ്യൂട്ടഡ് ക്യാപിറ്റൽ, റീറ്റെയിൻഡ് ഏർണിങ്സ് ഒക്കെയാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഇത് കാണിക്കുന്നത് എന്താ വെച്ചാൽ ടോട്ടൽ വാല്യൂ ബിലോങ്ങിങ് ടു ദ ഓണേഴ്സിൻ്റെ കയ്യിലുള്ള ടോട്ടൽ വാല്യൂസിനെയാണ് അത് കാണിക്കുന്നത്. ഇനി ഇത് ഓരോന്നും എന്താന്ന് എക്സ്പ്ലെയിൻ ചെയ്യാണ്. എന്താണ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റ്? ദ ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് സംടൈംസ് കാൾഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻറ്റ്. അതായത് ഇതിൻ്റെ ഒരു ചുരുക്ക രൂപമാണ് ഇത് നമ്മൾ മുന്നേ പറഞ്ഞത്. അതിനെ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതിയാലും ഓക്കെയാണ്. അതായത് ഇൻകം സ്റ്റേറ്റ്മെൻറ്റിന് പറയുന്ന മറ്റൊരു പേരാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻറ്റ്. ഓഫേഴ്സ് വ്യൂ ഓഫ് കമ്പനീസ് ഫിനാൻഷ്യൽ പെർഫോമൻസ് ഓവർ എ സ്പെസിഫിക് പീരീഡ്. അതായത് ഒരു സ്പെസിഫിക് പീരീഡിൽ കമ്പനിയുടെ ഫിനാൻഷ്യൽ പെർഫോമൻസ് ആണ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് വഴി കാണിക്കുന്നത്. ടിപ്പിക്കലി ഒരു ക്വാർട്ടർ ഇയറിലോ അല്ലെങ്കിൽ ഒരു ഇയറിലൊക്കെയാണ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുക. ഇറ്റ് ബിഗിൻസ് വിത്ത് ദ കമ്പനീസ് റവന്യൂ ആൻഡ് സബ്സ്ട്രാക്ട് വേരിയസ് കോസ്റ്റ് ആൻഡ് എക്സ്പെൻസസ് ടു അറൈവ് ദ നെറ്റ് പ്രോഫിറ്റ് ഓർ ലോസ്. അപ്പോൾ കമ്പനിയുടെ റവന്യൂവിൽ നിന്നും
എന്താണ് വേരിയസ് കോസ്റ്റുകളും എക്സ്പെൻസുകളും കുറച്ചിട്ട് അതിൻ്റെ കൂടെ നെറ്റ് പ്രോഫിറ്റ് ഓർ ലോസ് ആണെങ്കിൽ അതുകൂടി ആഡ് ചെയ്യുന്നതാണ് ഇൻകം സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. ഇത് വഴി നമുക്ക് കമ്പനിയുടെ പ്രോഫിറ്റബിലിറ്റി അതുപോലെ തന്നെ ഓപ്പറേഷണൽ എഫിഷ്യൻസി മനസ്സിലാക്കാൻ കഴിയും. ഇത് ഷോസ് നോട്ട് ജസ്റ്റ് ഹൗ മച്ച് മണി എ കമ്പനി മെയ്ഡ്. ഇതിലൂടെ നമുക്ക് എന്താണ് ഒരു കമ്പനി എത്ര മണി ഉണ്ടാക്കുന്നുണ്ട് എന്ന് മാത്രമല്ല അത് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ കമ്പനിയുടെ എക്സ്പെൻസുകളും അറിയാൻ പറ്റും. അടുത്ത ബാലൻസ് ഷീറ്റാണ്. ബാലൻസ് ഷീറ്റിനെ പറയുന്ന മറ്റൊരു പേരാണ് സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫിനാൻഷ്യൽ പൊസിഷൻ. ഇത് പ്രൊവൈഡ് ചെയ്യുന്നത് എന്താ വെച്ചാൽ കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസിന്റെ ഒരു സ്പെസിഫിക് പോയിന്റ് ഓഫ് ടൈമിൽ കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസിന്റെ ഒരു സ്നാപ്ഷോട്ടാണ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതിൽ നമ്മളെ കമ്പനിയുടെ അതായത് ഈ ബാലൻസ് ഷീറ്റിൽ നമ്മളെ കമ്പനിയുടെ അസറ്റ്സ് അതുപോലെ തന്നെ ലയബിലിറ്റീസ് അതുപോലെ തന്നെ ഓണേഴ്സ് ക്യാപിറ്റല് അത്രയും കാര്യങ്ങൾ ഇതിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിനെക്കുറിച്ചുള്ള ഇൻഫർമേഷൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സിന്റെ ഇക്വിറ്റി അതുപോലെ തന്നെ കമ്പനിയുടെ വെർത്ത് എത്രയാണ് അതൊക്കെ നമുക്ക് ബാലൻസ് ഷീറ്റ് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. ബാലൻസ് ഷീറ്റിൽ ഇൻക്ലൂഡ് ചെയ്ത എന്താണ് പറയണത് അസറ്റ് സൈഡും ഉണ്ട്, ബാലൻസ് ഷീറ്റിന് ലയബിലിറ്റി സൈഡും ഉണ്ട്. അസറ്റ് സൈഡിൽ ക്യാഷ്, പ്രീപെയ്ഡ് എക്സ്പെൻസ്, അക്കൗണ്ട് റിസീവബിൾ, നോട്ട്സ് റിസീവബിൾ, ഇൻവെന്ററി, ഇൻവെസ്റ്റ്മെന്റ്, ബിൽഡിംഗ്സ്, മെഷീനറി ആൻഡ് എക്യുപ്മെന്റ്സ്, വെഹിക്കിള്, ഇൻടാഞ്ചിബിൾ അസറ്റ് അത്രയും കാര്യങ്ങളാണ് അസറ്റ് സൈഡിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. ലയബിലിറ്റി സൈഡ് നോക്കുകയാണെങ്കിൽ അക്കൗണ്ട്സ് പേയബിൾ, ലോൺസ് പേയബിൾ, നോട്ട്സ് പേയബിൾ, അൺഏൺഡ് റവന്യൂ, ഡെഫേർഡ് ടാക്സ്, കറന്റ് ടാക്സ്, പേറോള്, വാറന്റി ഒബ്ലിഗേഷൻ, മോർഗേജ് അത്രയും കാര്യങ്ങളും. അതിന് പുറമെ ഓണേഴ്സ് ഇക്വിറ്റി അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സ് ഇക്വിറ്റി, അതിൽ തന്നെ സ്റ്റോക്ക്, റീറ്റേൺഡ് ഏർണിങ്സ്, കോംപ്രഹെൻസീവ് ഇൻകം അതും ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു ബാലൻസ് ഷീറ്റ് വഴി അസറ്റ് ഈക്വൽ ടു ലയബിലിറ്റീസ് പ്ലസ് ഓണേഴ്സ് ഇക്വിറ്റി എന്നുള്ള ആ ഒരു ഇത് വെച്ചിട്ടാണ് അത് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്തത് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് ആൾസോ നോൺ ആസ് സ്റ്റേറ്റ്മെന്റ് ഓഫ് ക്യാഷ് ഫ്ലോസ്. ഇതിൽ നമ്മളുടെ ഒരു കമ്പനിയുടെ ക്യാഷ് ഫ്ലോസിന്റെ അതായത് ക്യാഷ് ഇൻഫ്ലോസും ക്യാഷ് ഔട്ട്ഫ്ലോസും ഒരു സ്പെസിഫിക് പീരിയഡ് ഓഫ് ടൈമിൽ കമ്പനിയിലേക്ക് വരുന്ന ക്യാഷും അതുപോലെ തന്നെ കമ്പനിയിൽ നിന്ന് പോകുന്ന ക്യാഷിൻ്റെയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ഡോക്യുമെൻ്റാണ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. അതായത് ഇവിടെ ക്യാഷിനെ മാത്രമാണ് കൺസേൺ ചെയ്യുന്നുള്ളൂ. ഒരു കമ്പനി എങ്ങനെയാണ് ക്യാഷ് ജനറേറ്റ് ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് ലുക്കാണ് ഈ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ കമ്പനി എങ്ങനെയാണ് ക്യാഷ് ജനറേറ്റ് ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ട് കമ്പനിയുടെ സ്റ്റേക്ക് ഹോൾഡേഴ്സിന് ക്ലിയർ ആയിട്ടുള്ളൊരു പിക്ചറാണ് ഇത് നൽകുന്നത്. ഓക്കെ, അടുത്തത് സ്റ്റേറ്റ്മെന്റ് ഓഫ് ഓണേഴ്സ് ഇക്വിറ്റി. സ്റ്റേറ്റ്മെന്റ് ഓഫ് ഓണേഴ്സ് ഇക്വിറ്റിയിൽ എന്തെന്ന് വെച്ചാൽ ടോട്ടൽ വാല്യൂ ഓഫ് ബിസിനസ് ആണ്. അതായത് ഓണേഴ്സിന്റെ ഒരു റിപ്പോർട്ടിംഗ് പീരീഡിൽ ഓണേഴ്സിന്റെ ടോട്ടൽ വാല്യൂ, ബിസിനസിന്റെ ടോട്ടൽ വാല്യൂ ആണ് ഓണേഴ്സിന് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് എന്താ വെച്ചാൽ ഇൻകം ആൻഡ് ഓണേഴ്സ് കോൺട്രിബ്യൂഷൻ മൈനസ് എനി എക്സ്പെൻസ് ഓർ ഓണർ വിഡ്രോവൽസ്. അതായത് ഇൻകത്തിൽ നിന്ന് അല്ലെങ്കിൽ ഓണറുടെ കോൺട്രിബ്യൂഷനിൽ നിന്ന് എക്സ്പെൻസുകളും അല്ലെങ്കിൽ ഓണറുടെ വിഡ്രോവൽസുകളും മൈനസ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ടോട്ടൽ ഓണേഴ്സ് ഇക്വിറ്റി ഓൺ യുവർ ബാലൻസ് ഷീറ്റ്, അതായത് നമുക്ക് ഓരോ ഓണേഴ്സിനും അവരുടെ ബാലൻസ് ഷീറ്റിൽ എന്താണ് ഓണേഴ്സിൻ്റെ ഇക്വിറ്റി കാണാൻ സാധിക്കും. അതാണ് സ്റ്റേറ്റ്മെന്റ് ഓഫ് ഓണേഴ്സ് ഇക്വിറ്റി പറയുന്നത്. ഇനി അടുത്തത് ഇമ്പോർട്ടൻസ് ഓഫ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ആണ്. അപ്പോൾ ഓരോ കമ്പനിയും ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ഉണ്ടാക്കാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. ഒന്ന്, ക്രിയേറ്റിംഗ് എ സ്റ്റാൻഡേർഡ് സെറ്റ് ഓഫ് റൂൾസ്. അതായത് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിന് ഒരു സ്റ്റാൻഡേർഡ് സെറ്റ് ഓഫ് റൂൾസ് ഉണ്ട്. ഈ ഒരു സ്റ്റാൻഡേർഡ് റൂൾസ് ഉള്ളത് കൊണ്ട് തന്നെ ഈ അക്കൗണ്ടിങ്ങിന് കൺസിസ്റ്റൻസി ഉണ്ടാകും. അതുപോലെ തന്നെ ഓരോ റിപ്പോർട്ടിംഗ് പീരീഡിലും അത് കൺസിസ്റ്റന്റ് ആയിട്ട് അതിന്റെ അക്കൗണ്ടിങ് സ്റ്റേറ്റ്മെന്റുകളൊക്കെ കാണിക്കും. അടുത്ത, ഡിക്രീസിങ് റിസ്ക്. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിന് എന്താണ്
ഇൻക്രീസിങ് അക്കൗണ്ടബിലിറ്റി ആണ്. അതുപോലെ തന്നെ ലെൻഡേഴ്സ്, റെഗുലേറ്ററി ബോഡീസ്, ടാക്സ് അതോറിറ്റീസ് ആൻഡ് അതർ എക്സ്റ്റേണൽ പാർട്ടീസിന് ഫിനാൻഷ്യൽ ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യാൻ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു മെത്തേഡാണിത്. അതാണ് രണ്ടാമത്തെ ഇമ്പോർട്ടൻസ് പറയുന്നത്. അടുത്തത് പ്രൊവൈഡിങ് ഇൻസൈറ്റ് ടു മാനേജ്മെന്റ്. അതായത് നമ്മളുടെ ബിസിനസ്സിന്റെ മാനേജ്മെന്റിന് എന്താണ് ഒരു ബെറ്റർ ഇൻസൈറ്റ് ആണ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് പെട്ടെന്ന് തന്നെ അവർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻസ് എടുക്കാൻ പറ്റും. അടുത്ത പ്രൊമോട്ടിങ് ട്രസ്റ്റ് ഇൻ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ്. അതായത് ഫിനാൻഷ്യൽ റിപ്പോർട്ടിൽ ഒരു അക്യുറസി ഇൻഫർമേഷൻസ് ആണ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ബിസിനസ്സിന് എന്ത് ചെയ്യാൻ പറ്റും, ട്രസ്റ്റ് ചെയ്യാൻ പറ്റും ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിനെ. അടുത്ത എൻകറേജിങ് ട്രാൻസ്പെറൻസി. അതായത് ഇതിന് സർട്ടൻ റൂൾസ് ആൻഡ് റിക്വയർമെന്റ്സ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് നല്ല ബെസ്റ്റ് ഇൻഫർമേഷൻസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കമ്പനിക്ക് റിസ്ക് കുറവാണ്. അതുകൊണ്ട് തന്നെ എന്താണ് കമ്പനിയുടെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാനും പറ്റും, കമ്പനിയുടെ ഫിനാൻഷ്യൽ പെർഫോമൻസ് മനസ്സിലാക്കാൻ പറ്റും. അടുത്തത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ഇൻഡിവിജ്വൽസിനെ കുറിച്ചിട്ടാണ് ഇനി പറയുന്നത്. ഒന്ന് ഇൻവെസ്റ്റേഴ്സ്. They will need to see the number to decide whether the business is അട്രാക്റ്റീവ് എനഫ് ടു ഇൻവെസ്റ്റ് ഇൻ. അതായത് ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാരെയാണ് നമ്മൾ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ഇവരെന്ത് ചെയ്യുന്നു, ബിസിനസ്സിന്റെ അട്രാക്റ്റീവ്നെസ് കണ്ടിട്ട് അതിൽ ഇൻവെസ്റ്റ് ചെയ്യണോ വേണ്ടെന്ന് തീരുമാനിക്കും. അടുത്ത ബാങ്ക്സ്. ഇഫ് എ കമ്പനി വാണ്ട്സ് ടു ലോൺ, ദ ബാങ്ക് മേ റിക്വസ്റ്റ് സർട്ടൻ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്. കമ്പനിക്ക് ലോൺ ആവശ്യമുണ്ടെങ്കിൽ ബാങ്ക് എന്ത് ചെയ്യും, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ആവശ്യപ്പെടും. അതുപോലെ തന്നെയാണ് ഇൻവെസ്റ്റേഴ്സിന്റെ കാര്യം. ഇൻവെസ്റ്റേഴ്സ് കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് നോക്കിയിട്ടാണ് ഇൻവെസ്റ്റ് ചെയ്യുള്ളൂ. പിന്നെ ബാങ്ക്സ് എന്താണ്, ദിസ് വിൽ അലോ ദ കമ്പനി ടു ഷോ ദേ ക്യാൻ പേ ദ ലോൺ ബാക്ക് ഓൺ ടൈം. അപ്പോൾ കമ്പനി ലോൺ പ്രൊവൈഡ് ചെയ്യും, ബാങ്ക് ലോൺ പ്രൊവൈഡ് ചെയ്യും, അത് കമ്പനി കൃത്യമായിട്ട് ബാങ്കിലേക്ക് റീപേ ചെയ്യണം. അടുത്ത ഓഡിറ്റേഴ്സ് ആണ്. If the company is subject to an IRS audit, then government auditors are going to start their analysis with this statement. അതായത് കമ്പനിയുടെ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് നോക്കിയിട്ട് എന്താണ് ഗവൺമെന്റ് ഓഡിറ്റേഴ്സ് കമ്പനി ഓഡിറ്റ് ചെയ്യും. അടുത്ത ലോയേഴ്സ് ആണ്, വക്കീൽമാർ. ഇഫ് ദർ a lawsuit or other legal action related to company's income or expenses, lawyers will need to able the analysis this information. ലോയേഴ്സിനും എന്താണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആവശ്യമായിട്ട് വരും. കാരണം കമ്പനിയുടെ എന്തെങ്കിലും കേസോ ഇൻകം ഓർ എക്സ്പെൻസിന് ചൊല്ലിയിട്ടുള്ള കമ്പനിയുടെ എന്താവശ്യങ്ങൾക്കും കമ്പനിയുടെ ഇൻകം ആൻഡ് എക്സ്പെൻസ് നോക്കുന്നതിന് എന്താണ് ലോയേഴ്സിനും ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആവശ്യമാണ്. അടുത്തത് സപ്ലയേഴ്സ് ആണ്. സപ്ലയേഴ്സ് മേ വാണ്ട് ടു വ്യൂ എ കമ്പനീസ് ഫിനാൻഷ്യൽ ബിഫോർ പ്രൊവൈഡിങ് ഗുഡ്സ് ആൻഡ് സർവീസസ് ടു എൻഷുർ ദാറ്റ് ദേ വിൽ ബി ഏബിൾ ടു പേ ദെയർ ഇൻവോയ്സസ്. അപ്പോൾ സപ്ലയേഴ്സിനും ചിലപ്പോൾ അവരുടെ ഫിനാൻഷ്യൽ ഡാറ്റാസ് ആവശ്യം അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻസ് ആവശ്യമായിട്ട് വരും. കാരണം അവർക്ക് സപ്ലൈ ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ഇൻവോയ്സ് കറക്റ്റ് ചെയ്യാനൊക്കെ ആവശ്യമായിട്ട് വരും. അടുത്ത ബേസിക് അക്കൗണ്ടിങ് കൺസെപ്റ്റുകളാണ്. 13 അക്കൗണ്ടിങ് കോൺസെപ്റ്റ് ഉണ്ട്. അതിൽ ഫസ്റ്റ് വൺ ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ് ആണ്. അതായത് ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ് സ്റ്റേറ്റ് ദാറ്റ് ദ ബിസിനസ് എന്റർപ്രൈസ് ഈസ് സെപ്പറേറ്റ് ഫ്രം ഓണേഴ്സ്. അതായത് ബിസിനസ്സും ബിസിനസിന്റെ ഓണറും ഒരു ബിസിനസിന്റെ ഓണറും സെപ്പറേറ്റ് ആണ് എന്നുള്ളതാണ് ഈ ഒരു കൺസെപ്റ്റ് പറയുന്നത്. അതായത് സിമ്പിൾ ടേംസിൽ പറഞ്ഞു കഴിഞ്ഞാൽ ബിസിനസ് ആൻഡ് ഇറ്റ്സ് ഓണേഴ്സ് ആർ ട്രീറ്റഡ് സെപ്പറേറ്റ്ലി. ബിസിനസിനെയും ബിസിനസ് ഓണേഴ്സിനെയും സെപ്പറേറ്റ്ലി ആണ് ട്രീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇഫ് ആൻ ഓണർ ഇൻവെസ്റ്റ് മണി ഇൻ ദ ബിസിനസ്, ഇറ്റ് വിൽ ബി ട്രീറ്റഡ് ആസ് ലയബിലിറ്റി ഫോർ ദ ബിസിനസ്. ഇപ്പോൾ ഒരു ഓണർ ബിസിനസ്സിൽ മണി ഇൻവെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതെന്താണ് സെപ്പറേറ്റ്ലി ആണ് ട്രീറ്റ് ചെയ്യുക. കാരണം എന്താ വെച്ചാൽ അത് ബിസിനസ്സിന്റെ ഒരു ലയബിലിറ്റി എന്നുള്ള രീതിയിലാണ് അത് കാണിക്കുക. ഹൗവർ ഇഫ് ദ ഓണേഴ്സ് ടേക്ക് ഔട്ട് സം മണി ഫ്രം ദ ബിസിനസ് ഫോർ പേഴ്സണൽ യൂസ്, ഇറ്റ് വിൽ ബി കൺസിഡേർഡ് ആസ് ഡ്രോയിങ്സ്. ഇനി ഓണർ എങ്ങാനും ബിസിനസ്സിൽ നിന്നും
എന്തെങ്കിലും പണം എടുത്തു കഴിഞ്ഞാൽ അത് സ്വന്തം ബിസിനസ് അല്ലേ വെച്ചിട്ട് അങ്ങനെ എഴുതിയിട്ടൊന്നുമില്ല. അത് ഡ്രോയിങ്സ് എന്ന് പറഞ്ഞിട്ടാണ് കാണിക്കുക. ദർഫോർ അസറ്റ് ആൻഡ് ലയബിലിറ്റീസ് ഓഫ് എ ബിസിനസ് ആർ ബി ബിസിനസ് അസറ്റ് ആൻഡ് ലയബിലിറ്റീസ്. അതുകൊണ്ട് തന്നെ ബിസിനസിന്റെ അസറ്റുകൾ ബിസിനസിന്റെ മാത്രം അസറ്റാണ്, ബിസിനസിന്റെ ലയബിലിറ്റികൾ ബിസിനസിന്റെ മാത്രം ലയബിലിറ്റിയാണ്. അപ്പോൾ ഓണർ എന്തെങ്കിലും വിഡ്രോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഓണർക്ക് ലാസ്റ്റ് എന്താണ് അത് കുറച്ചിട്ടുള്ള എമൗണ്ട് ആണ് കൊടുക്കുള്ളൂ. പിന്നെ അതുപോലെ തന്നെ ഓണർ ബിസിനസ്സിലേക്ക് എന്തെങ്കിലും ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതെന്താണ് ബിസിനസ് കഴിയുമ്പോൾ അത് ആ ഒരു എമൗണ്ട് ഓണർക്ക് ഉറപ്പായിട്ടും കൊടുക്കണം. ഓക്കെ, ഇനി മണി മെഷർമെന്റ് കൺസെപ്റ്റ് ആണ് രണ്ടാമത്തെ കൺസെപ്റ്റ്. മണി മെഷർമെന്റ് കൺസെപ്റ്റ് സേസ് ദാറ്റ് ദ ബിസിനസ് ഷുഡ് റെക്കോർഡ് ഓൺലി ദോസ് ട്രാൻസാക്ഷൻ വിച്ച് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ഇൻ മോണിറ്ററി ടേംസ്. ബിസിനസ് എന്താണ് മോണിറ്ററി ടേംസിൽ എക്സ്പ്രസ് ചെയ്യുന്ന ട്രാൻസാക്ഷൻസ് മാത്രമാണ് റെക്കോർഡ് ചെയ്യുള്ളൂ. ഇറ്റ് മീൻസ് ദാറ്റ് ട്രാൻസാക്ഷൻ ലൈക്ക് പർച്ചേസ് ആൻഡ് സെയിൽസ് ഓഫ് ഗുഡ്സ്, റെന്റ് പേയ്മെന്റ്, എക്സ്പെൻസ് പേയ്മെന്റ്, ഏർണിങ്സ് ഓഫ് റവന്യൂ എക്സെട്ര. അതായത് ഇങ്ങനെ മോണിറ്ററി ട്രാൻസാക്ഷൻസിൽ നടത്തുന്ന ഗുഡ്സ് സെയിൽ ചെയ്യുന്നോ പർച്ചേസ് ചെയ്യുന്നോ റെന്റ് പേയ്മെന്റ് ചെയ്തത്, എക്സ്പെൻസ് പേയ്മെന്റ്, അതൊക്കെയാണ് അതിൽ റെക്കോർഡ് ചെയ്യുക. ഇറ്റ് വിൽ ബി റെക്കോർഡ് ഓൺ ദ ബുക്സ് ഓഫ് അക്കൗണ്ട് ഓഫ് ദ ഫേം. ഓക്കെ, ഹവർ ട്രാൻസാക്ഷൻസ് ഓർ നോട്ട് ബി റെക്കോർഡഡ് ഇൻ ദ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഓഫ് ദ however transactions are happening like research department, creativity, machinery breakdown etc. will not be recorded in the books of accounts of the firm. മെഷീനറി ബ്രേക്ക് ഡൗൺ ആയതും അതുപോലെ തന്നെ റിസർച്ച് ഡിപ്പാർട്ട്മെന്റിന്റെ ക്രിയേറ്റിവിറ്റി ഒന്നും നമ്മൾ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ റെക്കോർഡ് ചെയ്യില്ല. ഇനി അടുത്തത് ഗോയിങ് കൺസേൺ കൺസെപ്റ്റ് ആണ്. അതായത് ഗോയിങ് കൺസേൺ കൺസെപ്റ്റിൽ എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു ബിസിനസ് തുടങ്ങുക അല്ലെങ്കിൽ ഒരു കമ്പനി ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മൾ 1-2 വർഷത്തേക്ക് വേണ്ടിയിട്ടല്ല കമ്പനി ക്രിയേറ്റ് ചെയ്യുന്നത്. അതൊരു ലോങ് ടൈമിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആ കമ്പനി ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ കമ്പനിയിൽ നമ്മൾ ഒരുപാട് മെഷീൻസ് അല്ലെങ്കിൽ നല്ല ലാർജ് വാല്യൂ ഉള്ള അസറ്റുകളൊക്കെ കമ്പനിയിലുണ്ടാകും. അപ്പോൾ ഒരു എക്സാമ്പിളിന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു കമ്പനിയിൽ 1,00,000 രൂപക്ക് മെഷീനറി മേടിച്ചു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ മെഷീനറി എന്താണ് നമ്മൾ ആ മേടിച്ച ഇയറിൽ അല്ലെങ്കിൽ മേടിച്ച മാസത്തിൽ തന്നെ എല്ലാം മുഴുവനായിട്ടും അതിൻ്റെ എമൗണ്ട് എഴുതുന്നത്. അതെന്താണ് ഓരോ ഇയറിലും കുറേശ്ശെ ആയിട്ടാണ്, അല്ലെങ്കിൽ ഒരു സർട്ടൻ പെർസെൻറ്റേജ് ആണ് ആ എമൗണ്ടിൻ്റെ ഒരു സർട്ടൻ പെർസെൻറ്റേജ് അല്ലെങ്കിൽ ഒരു നിശ്ചിത എമൗണ്ടോ ആണ് നമ്മൾ ആഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമുക്ക് ആ കോസ്റ്റ് ഒരൊറ്റ കൊല്ലത്തെ കോസ്റ്റായിട്ട് കാണിക്കാൻ വേണ്ടിയിട്ടല്ല. ബിസിനസ് എത്ര ഇപ്പോൾ ലോങ് ടേം ബിസിനസ് അല്ലേ, ഒരു ലോങ് പീരീഡ് ഓഫ് ടൈമിന് വേണ്ടിയിട്ടാണ് നമ്മൾ ബിസിനസ് നടത്തുന്നത്. അപ്പോൾ അത് കുറേശ്ശെ ആയിട്ട് ഓരോ വർഷത്തിൽ ആഡ് ചെയ്യാണ് വേണ്ടത്. അടുത്തത് അക്കൗണ്ടിങ് പീരീഡ് കൺസെപ്റ്റാണ്. അതായത് ഒരു അതായത് നമ്മൾ അക്കൗണ്ടിങ്ങിൽ അല്ലെങ്കിൽ ഒരു കമ്പനി തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ എന്താണ് നമ്മൾ അതിന് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യും അല്ലേ. അപ്പോൾ ഒരു സ്പെസിഫിക് പീരീഡ് ഓഫ് ടൈമിൽ നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യണം. അത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ നമ്മൾ മാത്രമായിരിക്കില്ല അതിലുണ്ടാവുക, വേറെ ആളുകളുണ്ടാവും, അതുപോലെ തന്നെ പുറത്തു നിന്ന് ഇൻവെസ്റ്റ് ചെയ്യുന്നവരുണ്ടാകും. ഇവർക്കൊക്കെ കമ്പനിയിൽ പെട്ടെന്ന് ഇൻവെസ്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്താണ് കമ്പനിയുടെ ഇതുവരെയുള്ള പെർഫോമൻസ് നോക്കിയിട്ടാണ് അവരതിൽ ഇൻവെസ്റ്റ് ചെയ്യുക. അപ്പോൾ പെട്ടെന്ന് തന്നെ അത് ചെയ്യാൻ, അതുപോലെ തന്നെ കമ്പനിനെ കുറിച്ച് ഡിസിഷൻ മേക്ക് ചെയ്യാൻ, അതുപോലെ തന്നെ ലാഭമാണോ നഷ്ടമാണോ നോക്കാനൊക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യണം. അടുത്ത കോസ്റ്റ് കൺസെപ്റ്റ്. The cost concept of accounting states that an organization should record all of its assets at their purchase price in the books of accounts. അതായത് കോസ്റ്റ് കൺസെപ്റ്റിൽ എന്താണ് അതിൻ്റെ അസറ്റിൻ്റെ പ്രൈസ് നമ്മൾ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ പർച്ചേസ് പ്രൈസ് എഴുതണം. മാത്രമല്ല ആ പർച്ചേസ് പ്രൈസിൻ്റെ കൂടെ ആ ഒരു പർട്ടിക്കുലർ അസറ്റ് അതിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ്, അക്വിസിഷൻ കോസ്റ്റ്, ഇൻസ്റ്റലേഷൻ കോസ്റ്റ്, അങ്ങനെ അതുമായിട്ട് റിലേറ്റ് ചെയ്ത എല്ലാ കോസ്റ്റുകളും നമ്മൾ അതിൽ എഴുതണം. പിന്നെ അതിനൊരു എക്സാമ്പിൾ പറയുന്നുണ്ട്. ഇത് തന്നെയാണ് എക്സാമ്പിൾ. അതായത് ഇപ്പോൾ ഒരു മെഷീനറി പർച്ചേസ് ചെയ്തു 60 ലക്ഷത്തിനാണ് പർച്ചേസ് ചെയ്ത്, ഇൻസ്റ്റാൾ ചെയ്യാൻ 15,000 രൂപ വന്നു, ട്രാൻസ്പോർട്ട് ചെയ്യാൻ 10,000 രൂപ വന്നു. അങ്ങനെ അതിന് എന്തൊക്കെ കോസ്റ്റുകളൊക്കെ വന്നോ അതൊക്കെ കൂടിയിട്ട് ആ ടോട്ടൽ എമൗണ്ടാണ് നമ്മൾ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ എൻ്റർ ചെയ്യേണ്ടത്. അടുത്തത് ഡുവൽ ആസ്പെക്ട്സ് ഓർ ഡുവാലിറ്റി കൺസെപ്റ്റ്. ഡുവൽ ആസ്പെക്റ്റ് അല്ലെങ്കിൽ ഡുവാലിറ്റി കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഒരു ബിസിനസ്സിൻ്റെ ഫൗണ്ടേഷനാണ്. അതായത് the concept describes the basis of recording business transaction in the books of accounts. According to the concept,
എവറി ട്രാൻസാക്ഷൻ ഓഫ് ദ ബിസിനസ് ഹാസ് ടു ഫോൾഡ് എഫക്റ്റ്. അപ്പോൾ ഇത് പ്രകാരം നമ്മളുടെ എല്ലാ ബിസിനസ് ട്രാൻസാക്ഷനും ഒരു 2 ഫോൾഡ് എഫക്റ്റ് ഉണ്ടാവും. അതായത് ഇൻ സിമ്പിൾ വേർഡ്സിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് 2 സ്ഥലത്ത് ഇതിൻ്റെ ട്രാൻസാക്ഷൻസ് നടത്തണം. അതായത് 2 അക്കൗണ്ട്സ് വിൽ ബി അഫക്റ്റഡ് ബൈ എ സിംഗിൾ ട്രാൻസാക്ഷൻ. ഒരു സിംഗിൾ ട്രാൻസാക്ഷൻ 2 അക്കൗണ്ട്സിനാണ് അഫക്റ്റ് ചെയ്യുക. അതായത് ഇപ്പോൾ ഒരു എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് അതല്ലെങ്കിൽ നമ്മളെ ബിസിനസ്സിൽ നിന്ന് വേറൊരാൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് അത് നമ്മൾ പർച്ചേസ് അക്കൗണ്ടിൽ എഴുതും, അതുപോലെ തന്നെ ക്യാഷ് അക്കൗണ്ടിൽ എഴുതും. അതാണ് അതിനുള്ള എക്സാമ്പിൾ. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ അസറ്റ് ഈക്വൽ ടു ലയബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ എന്നുള്ള ഇക്വേഷൻ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ അക്കൗണ്ടിങ് നടത്തുന്നത്. അടുത്തത് റവന്യൂ റെക്കഗ്നീഷൻ കൺസെപ്റ്റ്. ദ റവന്യൂ റെക്കഗ്നീഷൻ കൺസെപ്റ്റ് ആൾസോ നോൺ ആസ് ദ റിയലൈസേഷൻ കൺസെപ്റ്റ്. റവന്യൂ റെക്കഗ്നൈസേഷൻ കൺസെപ്റ്റിനെയാണ് നമ്മൾ റിയലൈസേഷൻ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ആസ് ദ നെയിം സജസ്റ്റ് defines that an organization should record its revenue from business only when it is realized, not when the firm has received the cash. Let us understand the concept with the help of example. Suppose client pays 5,000 in advance for a product. The company will not realize the amount of revenue until its work on the product is complete. Therefore, the firm will initially record the amount as liability അൺഏൺഡ് റവന്യൂ അക്കൗണ്ട്. ഓക്കെ, അപ്പോൾ റവന്യൂ റെക്കഗ്നീഷൻ കൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എക്സാമ്പിളിലൂടെ പറഞ്ഞുതരാം. അതായത് ഒരു ക്ലയൻറ്റ് 5,000 രൂപ കൊടുത്തിട്ട് പ്രൊഡക്റ്റിന് വേണ്ടിയിട്ട് അഡ്വാൻസ് കൊടുത്തതാണ്. അപ്പോൾ കമ്പനി അവിടെ റിയലൈസ് ചെയ്യുന്നില്ല. അത് കമ്പനിയുടെ അതായത് ആ പ്രൊഡക്റ്റ് ഫുള്ള് കംപ്ലീറ്റ് കൊടുത്തിട്ടില്ല. കാരണം അഡ്വാൻസ് കൊടുക്കുന്നത് എന്താണ്, പ്രൊഡക്റ്റ് കംപ്ലീറ്റ് കൊടുത്തതിന് ശേഷം മാത്രമാണ് ബാക്കി ക്യാഷ് കൊടുക്കുള്ളൂ അല്ലേ. അതുകൊണ്ടാണ് അഡ്വാൻസ് കൊടുക്കുന്നത്. അപ്പോൾ അവർ കമ്പനി റിയലൈസ് ചെയ്യുന്നില്ല, അവർ ഫുള്ള് ഇത് കൊടുക്കാതെയാണ്, അവർ വർക്ക് കംപ്ലീറ്റ് ചെയ്യാതെയാണ് അവർക്ക് ക്യാഷ് കൊടുത്തിട്ടുള്ളതെന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് അൺഏൺഡ് റവന്യൂ എന്ന് പറഞ്ഞിട്ടൊരു അക്കൗണ്ടിലാണ് ഇതാക്കാൻ പറ്റുള്ളൂ. അല്ലാണ്ട് റവന്യൂ അക്കൗണ്ടിൽ പറ്റില്ല. അയാൾക്ക് ഫുൾ പ്രൊഡക്റ്റ് ഷിപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം മാത്രമാണ് ഇത് റവന്യൂ അക്കൗണ്ടിലേക്ക് എൻ്റർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതാണ് ആ കൺസെപ്റ്റ്. അതായത് ബിസിനസ്സിൻ്റെ ആ ഒരു റിയലൈസേഷനാണത്. അതായത് ഓർഗനൈസേഷൻ ഷുഡ് റെക്കോർഡ് ഇറ്റ്സ് റവന്യൂ ഫ്രം ബിസിനസ് ഓൺലി വാട്ട് ഇറ്റ് ഈസ് റിയലൈസ്ഡ്. അതായത് അത് റിയലൈസ് ചെയ്ത് ശേഷം മാത്രമാണ് നമുക്കത് റെക്കോർഡ് ചെയ്യാൻ പറ്റുള്ളൂ. അടുത്ത മാച്ചിങ് കൺസെപ്റ്റാണ്. മാച്ചിങ് കൺസെപ്റ്റ് സ്റ്റേറ്റ് ദാറ്റ് ആൻ ഓർഗനൈസേഷൻ ഷുഡ് റെക്കഗ്നൈസ് ഇറ്റ്സ് എക്സ്പെൻസ് ഇൻ ദ സെയിം ഫിനാൻഷ്യൽ ഇയർ ഇഫ് ദ എക്സ്പെൻസ് ഈസ് റിലേറ്റഡ് ടു റവന്യൂ ഓഫ് ദാറ്റ് ഇയർ. അതായത് ഒരു വർഷത്തെ എക്സ്പെൻസും റവന്യൂവും തമ്മിൽ മാച്ചായിരിക്കണം. In simple words, if a firm is earning revenue in an accounting period, even though it incurs the expense related to an revenue in the next accounting year, the expense will be realized in the same accounting year when the revenue has been realized by the firm. അതായത് ഇപ്പോൾ ഒരു ഫേമിൻ്റെ എക്സാമ്പിളാണ് പറയുന്നത്. ആ ഫേം അക്കൗണ്ടിങ് പീരീഡിൽ റവന്യൂ ഏൺ ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ എന്താണ് ഫേമിന് എക്സ്പെൻസ് വരുന്നുണ്ട്. ഈ റവന്യൂ ഫേം അടുത്ത ഇയറിൽ എന്താണ് എക്സ്പെൻസ് ആയിട്ട് എടുക്കൂല്ലേ. അതായത് ഇപ്പോൾ ഈ ഇയറിൽ കിട്ടിയ റവന്യൂ അയാൾക്ക് അടുത്ത ഇയറിൽ ആ ബിസിനസ്സിൽ തന്നെ സ്പെൻഡ് ചെയ്യാനുള്ളതായിരിക്കും. അതാണ് മാച്ചിങ് പ്രിൻസിപ്പിൾ. ഓക്കെ, അടുത്ത ഫുൾ ഡിസ്ക്ലോഷർ കൺസെപ്റ്റ്. ആസ് ദ നെയിം സജസ്റ്റ്, ഫുൾ ഡിസ്ക്ലോഷർ കൺസെപ്റ്റ് സ്റ്റേറ്റ് ദാറ്റ് ആൻ ഓർഗനൈസേഷൻ ഷുഡ് ഡിസ്ക്ലോസ് ആൾ ദ ഫാക്ട്സ് റിഗാർഡിംഗ് ദ ഫിനാൻഷ്യൽ performance. It is because the information mentioned in the financial statement is used by different internal and external users like investors, bank, creditors, management, employees, financial institution, etc. അതായത് ഈ പേര് പറയുന്ന പോലെ തന്നെ ഫുൾ ഡിസ്ക്ലോഷർ കൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓർഗനൈസേഷൻ അതിൻ്റെ ഫിനാൻഷ്യൽ പെർഫോമൻസിനെ ഡിസ്ക്ലോസ് ചെയ്യാണ്. അതായത് അവിടുത്തെ ഇൻഫർമേഷൻ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ എന്താണ് ഇൻറ്റേർണൽ യൂസേഴ്സിനെ കുറിച്ചിട്ട് എക്സ്റ്റേണൽ യൂസേഴ്സിനെ കുറിച്ചിട്ട് ഒക്കെ അതായത് ഡീറ്റെയിൽ ആയിട്ട് ഒരു ക്ലോഷർ ഇറക്കുകയാണ്. അതായത് ഇപ്പോൾ ഒരു ബിസിനസ്സിൻ്റെ ഇൻഫർമേഷൻസ് അതിൻ്റെ ഇൻറ്റേർണൽ യൂസേഴ്സിനും എക്സ്റ്റേണൽ യൂസേഴ്സിനൊക്കെ ആവശ്യമായിട്ട് വരും. അതായത് ഇൻവെസ്റ്റേഴ്സ്, ബാങ്ക്സ്, ക്രെഡിറ്റേഴ്സ്, മാനേജ്മെൻറ്റ്, എംപ്ലോയീസ്, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, ഇവർക്കൊക്കെ എന്താണ് ഇത് ആവശ്യമായിട്ട് വരും. കാരണം ഫിനാൻഷ്യൽ ഡിസിഷൻസ് എടുക്കണമെങ്കിൽ ഇവരൊക്കെ പരിഗണിച്ചേ പറ്റുള്ളൂ. ഹെൻസ് ദ കൺസെപ്റ്റ് സേസ് ദാറ്റ് ആൾ റെലവൻറ്റ് ആൻഡ് മെറ്റീരിയൽ ഫാക്ട്സ് ഓർ
ഫിഗേഴ്സ് അബൌട്ട് ആൻ ഓർഗനൈസേഷൻ മസ്റ്റ് ബി ഡിസ്ക്ലോസ്ഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. ഈ റെലവൻ്റ് ആൻഡ് മെറ്റീരിയൽ ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സൊക്കെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ ഇൻക്ലൂഡ് ചെയ്യണം. അടുത്ത കൺസിസ്റ്റൻസി കൺസെപ്റ്റാണ്. കൺസിസ്റ്റൻസി അഥവാ യൂണിഫോമിറ്റി ഇൻ അക്കൗണ്ടിങ് പ്രാക്ടീസ് ആൻഡ് പോളിസീസ് ഫോളോഡ് ബൈ ആൻ ഓർഗനൈസേഷൻ. അതായത് ഒരു ഓർഗനൈസേഷൻ എന്തായിരിക്കണം, അവരുടെ അക്കൗണ്ടിങ് പ്രാക്ടീസ് ആൻഡ് പോളിസീസിൽ യൂണിഫോമിറ്റി അഥവാ കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യണം. It is because accounting information provided by an organization through its financial statement would be beneficial only when it allows the users to make a comparison between the statement of different years of with statement other firms. അപ്പോൾ എന്തിനാണ് യൂണിഫോമിറ്റി അഥവാ കൺസിസ്റ്റൻസി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അക്കൗണ്ടിങ്ങിലുള്ള ഇൻഫർമേഷൻസൊക്കെ ഇവർക്ക് കമ്പാരിസൺ ചെയ്യേണ്ടി വരും ബിറ്റ്വീൻ പ്രീവിയസ് ഫിനാൻഷ്യൽ ഇയറത്തേക്ക് അക്കൗണ്ടിങ് സ്റ്റേറ്റ്മെൻറ്റ് വെച്ചിട്ട് അതുപോലെ തന്നെ മറ്റുള്ള ഫേംസിൻ്റെ അക്കൗണ്ടിങ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റൊക്കെ വെച്ചിട്ട് കമ്പയർ ചെയ്യേണ്ടി വരും. അതുകൊണ്ടാണ് കൺസിസ്റ്റൻസി വേണമെന്ന് പറയുന്നത്. അടുത്ത കൺസർവേറ്റിസം അഥവാ പ്രുഡൻസ് കൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ believes in playing safely while recording the transaction in the books of accounts. According to this concept, the organization should adopt a conscious approach and should not record its profits until they are realized. However, it states an organization should realize any loss even if the company has not incurred it yet, or if there is a slight possibility of loss to occurring in the future. അപ്പോൾ ഈ ഒരു കൺസർവേറ്റിസം കൺസെപ്റ്റ് പ്രകാരം പറയുന്നത് ഒരു ഓർഗനൈസേഷന് അതിൻ്റെ അക്കൗണ്ടിങ് ചെയ്യുന്ന സമയത്ത് ഭയങ്കര കോൺഷ്യസ് അപ്രോച്ച് ആയിരിക്കണം നടത്തേണ്ടത്. എന്താ വെച്ചാൽ അവിടെ ആ ഒരു ഫേമിൽ അതിൻ്റെ പ്രോഫിറ്റ് റെക്കോർഡ് ചെയ്യാത്ത അത്രയും കാലം അതിന് വേണ്ടിയിട്ട് പരിശ്രമിക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ ഓർഗനൈസേഷൻ റിയലൈസ് ചെയ്യണം അവിടെ ഇപ്പോഴും ലോസാണ് അല്ലെങ്കിൽ ലോസിൽ എത്താനുള്ള ചാൻസ് ഉണ്ട്. അതായത് നല്ല രീതിക്ക് അത് കോൺഷ്യസ് ആവാണ്ട് അക്കൗണ്ടിങ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ തെറ്റുപറ്റും, അങ്ങനെ ലോസ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് എന്നാണ് പറയുന്നത്. അടുത്ത മെറ്റീരിയാലിറ്റി കൺസെപ്റ്റ് സജസ്റ്റ് ദാറ്റ് ആൻ ഓർഗനൈസേഷൻ ഷുഡ് ഫോക്കസ് ഓൺ മെറ്റീരിയൽ ഫാക്ട്സ്. ഓർഗനൈസേഷൻ എന്താണ് മെറ്റീരിയൽ ഫാക്ട്സിനെ ഫോക്കസ് ചെയ്യണം. സിമ്പിൾ വേർഡ്സിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഓർഗനൈസേഷൻ ഷുഡ് നോട്ട് വേസ്റ്റ് ഇറ്റ്സ് ടൈം ഓൺ ഇമ്മെറ്റീരിയൽ ഫാക്ട്സ്. അതായത് ഇമ്മെറ്റീരിയൽ ഫാക്ട്സിൻ്റെ മുകളിൽ ഓർഗനൈസേഷൻ സമയം നഷ്ടപ്പെടുത്താൻ പാടില്ല. ദാറ്റ് ഡു നോട്ട് ഹെൽപ്പ് ടു ഡിറ്റർമിനിങ് ഇറ്റ്സ് ഇൻകം ഫോർ ദ പീരിയഡ്. അത് ഈ കമ്പനിയുടെ ഇൻകം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടോ ഇൻകം ഡിറ്റർമിൻ ചെയ്യാനൊന്നും ഹെൽപ്പ് ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത്. അടുത്ത ഒബ്ജക്റ്റിവിറ്റി കൺസെപ്റ്റ് ഓഫ് അക്കൗണ്ടിങ് സ്റ്റേറ്റ് that an organization should record transaction in an objective manner. ഓർഗനൈസേഷൻ എന്താണ് ഒബ്ജക്റ്റീവ് മാനറിലായിരിക്കണം ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്നത്. ഇറ്റ് മീൻസ് ദാറ്റ് ദ റെക്കോർഡിംഗ് ഷുഡ് ബി ഫ്രീ ഫ്രം എനി കൈൻഡ് ഓഫ് ബയാസ്നെസ് ബൈ അക്കൗണ്ടൻസ് ആൻഡ് അതർ പീപ്പിൾ. അതായത് ഓർഗനൈസേഷൻ എന്താ ആയിരിക്കണം റെക്കോർഡ് ചെയ്യുന്നത് ഫ്രീ ഫ്രം, അതായത് മറ്റുള്ള ഫ്രോഡുലൻറ്റ് ആക്ടിവിറ്റീസൊന്നും ഇതിൻ്റെ ഇടയിൽ പാടില്ല. ഒബ്ജക്റ്റിവിറ്റി ഓഫ് റെക്കോർഡിംഗ് in the recording of transaction is possible when the transaction of the firm are supported by verifiable vouchers or documents. എന്നാൽ ഓർഗനൈസേഷൻ എന്ത് ചെയ്യണം ഈ അക്കൗണ്ടിങ് ട്രാൻസാക്ഷൻസ് ഒക്കെ നടത്തുന്നത് ഡോക്യുമെൻറ്റ്സ് കൊണ്ടോ അല്ലെങ്കിൽ വെരിഫൈ ചെയ്തിട്ടുള്ള വൗച്ചേഴ്സ് കൊണ്ടോ ചെക്ക് ചെയ്യണം എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് ഒബ്ജക്റ്റിവിറ്റി കൺസെപ്റ്റ്. ഇനി അടുത്ത് വാട്ട് ഈസ് ആൻ അക്കൗണ്ട്, എന്താണ് അക്കൗണ്ട് എന്നാണ് പറയുന്നത്. ബിസിനസ് ട്രാൻസാക്ഷൻ ആർ നമ്പർലെസ്. അതായത് ഇപ്പോൾ ഒരു കമ്പനിയാണ് അല്ലെങ്കിൽ ഒരു ബിസിനസ് ആണെന്നുണ്ടെങ്കിൽ അതിൽ ഒരുപാട് ബിസിനസ് ട്രാൻസാക്ഷൻസ് ഉണ്ടായിരിക്കും. ദ എഫക്റ്റ് ഓഫ് ട്രാൻസാക്ഷൻ ക്യാൻ ബി ഇവാലുവേറ്റഡ് ഓൺലി ഇഫ് സിമിലർ ട്രാൻസാക്ഷൻസ് ആർ പ്ലേസ്ഡ് ഇൻ എ പർട്ടിക്കുലർ പ്ലേസ്. അപ്പോൾ ഈ ട്രാൻസാക്ഷൻ ഇവാലുവേറ്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ അതായത് ഒരു പർട്ടിക്കുലർ പ്ലേസിൽ എന്തായിരിക്കും സിമിലർ ട്രാൻസാക്ഷൻസ് ആയിരിക്കും നടക്കുന്നുണ്ടാവുക. ദ ടെക്നിക് യൂസ്ഡ് ഫോർ ദിസ് പർപ്പസ് ഈസ് കാൾഡ് ആൻ അക്കൗണ്ട്. അപ്പോൾ ഒരേപോലത്തെ ഒരുപാട് ട്രാൻസാക്ഷൻസ് ഉണ്ടാവില്ല. ഇപ്പോൾ പർച്ചേസിങ്ങും സെയിൽസിങ്ങും ഒക്കെ ആയിട്ട് ഒരുപാട് ട്രാൻസാക്ഷൻസ് ഉണ്ടാവും. അപ്പോൾ അത്തരം ട്രാൻസാക്ഷനെ റെക്കോർഡ് ചെയ്യാനുള്ള പർപ്പസ്
ട്രാൻസാക്ഷനെ, അതായത് ദ ടെക്നിക്സ് യൂസ്ഡ് ഫോർ ദിസ് പർപ്പസ്, അതായത് ഇതിനെ റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഈ ട്രാൻസാക്ഷനെ റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ടെക്നിക്ക് യൂസ് ചെയ്യുന്നത്, അതായത് അക്കൗണ്ടിങ് എന്നുള്ള ടെക്നിക്ക് യൂസ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് ക്ലാസിഫൈഡ് സമ്മറി ഓഫ് ആൾ ബിസിനസ് ട്രാൻസാക്ഷൻ ദാറ്റ് ഹാവ് ടേക്കൺ പ്ലേസ് ഡ്യൂറിങ് എ പർട്ടിക്കുലർ പീരിയഡ് അറേഞ്ച്ഡ് ഇൻ റിലേഷൻ ടു എ പേഴ്സൺ. അപ്പോൾ ഈ അക്കൗണ്ടിങ് എന്ന് പറയുന്നത് എന്താണ്, ഇതിൻ്റെ ഒരു ഈ ബിസിനസ് ട്രാൻസാക്ഷൻ്റെ സമ്മറിയാണ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതെന്തായിരിക്കും, ഒരു ടി ഫോം ആയിരിക്കും. ലെഫ്റ്റ് ഹാൻഡ് സൈഡും ഉണ്ടാവും, റൈറ്റ് ഹാൻഡ് സൈഡും ഉണ്ടാവും, അതായത് ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും ഉണ്ടാവും. റെക്കോർഡിംഗ് ദ എഫക്ട്സ് ഓഫ് എ ട്രാൻസാക്ഷൻ ഇൻ ദ ഡെബിറ്റ് സൈഡ് ഓൺ ആൻ അക്കൗണ്ട് ഈസ് കാൾഡ് ഡെബിറ്റിംഗ്. അപ്പോൾ ഡെബിറ്റ് സൈഡിൽ ഈ അക്കൗണ്ടിങ് ട്രാൻസാക്ഷൻ എൻ്റർ ചെയ്യുന്നതിന് ഡെബിറ്റിംഗ് എന്നാണ് പറയുക. അതുപോലെ തന്നെ ഈ ട്രാൻസാക്ഷനെ ക്രെഡിറ്റ് സൈഡിൽ റെക്കോർഡ് ചെയ്യുന്നതിന് ക്രെഡിറ്റിംഗ് എന്നാണ് പറയുക. അപ്പോൾ ഇൻ അക്കൗണ്ടിങ് ഡെറ്റർ എന്ന് പറഞ്ഞിട്ടും ക്രെഡിറ്റർ പറഞ്ഞിട്ടും രണ്ട് സൈഡ് ഉണ്ട്. ഇതാണ് അക്കൗണ്ടിങ്ങിൻ്റെ ഫോർമാറ്റ്. ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും ഉണ്ട്. ഡേറ്റ് പർട്ടിക്കുലേഴ്സ് JF എമൗണ്ട്, അതുപോലെ തന്നെ ക്രെഡിറ്റ് സൈഡിലും ഡേറ്റ് പർട്ടിക്കുലേഴ്സ് JF എമൗണ്ട്. അടുത്ത ക്ലാസിഫിക്കേഷൻ ഓഫ് അക്കൗണ്ട് ആണ്. അതിൽ ഇംഗ്ലീഷ് അക്കൗണ്ടിങ് അപ്രോച്ചുണ്ട്, അതിൽ തന്നെ റിയൽ അക്കൗണ്ട്. എങ്ങനെയാണ് ഇത് നമ്മളെ എന്താ പറയുക, അക്കൗണ്ടിങ് എങ്ങനെയാണ് ചെയ്യുന്നത്, എന്തിനാണ് ഡെബിറ്റ് ചെയ്യേണ്ടത്, എന്തിനാണ് ക്രെഡിറ്റ് ചെയ്യേണ്ടത്, അതൊക്കെയാണ് ഇതിൽ പറയുന്നത്. ഇംഗ്ലീഷ് അക്കൗണ്ടിങ് അപ്രോച്ചിൽ 3 തരത്തിലുള്ള അക്കൗണ്ടാണ് വരുന്നത്. ഒന്ന് റിയൽ അക്കൗണ്ട്, പിന്നെ പേഴ്സണൽ അക്കൗണ്ട്, പിന്നെ നോമിനൽ അക്കൗണ്ട്. റിയൽ അക്കൗണ്ടിൽ എന്താണ്, ഇതിൽ നിങ്ങൾ ഇത്രയും ഈ ഒരു കാര്യം പഠിച്ചാൽ മതി. ദ അക്കൗണ്ടിങ് റൂൾ ഫോർ ദ റിയൽ അക്കൗണ്ട് ഈസ് ഡെബിറ്റ് വാട്ട് കംസ് ഇൻ, ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്. അതായത് റിയൽ അക്കൗണ്ടിൽ എന്താണ്, എന്തൊക്കെയാണോ ബിസിനസ്സിലേക്ക് വരുന്നത് അതിനെ ക്രെഡിറ്റ് ചെയ്യുക, അതുപോലെ തന്നെ ഡെബിറ്റ് ചെയ്യുക. എന്തൊക്കെയാണ് ബിസിനസ്സിൽ നിന്ന് പോകുന്നത് അതിനെ ക്രെഡിറ്റ് ചെയ്യുക. അതാണ് റിയൽ അക്കൗണ്ട്. ഇനി റിയൽ അക്കൗണ്ട്സ്, ഓക്കെ, അതിൽ വേറൊരു കാര്യം പറഞ്ഞാൽ എന്താ വെച്ചാൽ, റിയൽ അക്കൗണ്ട്സ് എന്താണ്, ബാലൻസ് ഷീറ്റിലേക്ക് അതിൻ്റെ റിയൽ അക്കൗണ്ട്സിൻ്റെ ബാലൻസ് ഷീറ്റിലേക്കാണ് പോകുന്നത്. ഓക്കെ. അടുത്ത പേഴ്സണൽ അക്കൗണ്ട്. പേഴ്സണൽ അക്കൗണ്ടിൽ തന്നെ നാച്ചുറൽ പേഴ്സണൽ അക്കൗണ്ടും ഉണ്ട്, ആർട്ടിഫിഷ്യൽ ഓർ ലീഗൽ എൻറ്റിറ്റി അക്കൗണ്ട്സും ഉണ്ട്. അതായത് നാച്ചുറൽ പേഴ്സണൽ അക്കൗണ്ട് പറഞ്ഞാൽ ഓരോ ആൾക്കാരുടെ പേരിൽ, അതായത് കസ്റ്റമേഴ്സ്, സപ്ലയേഴ്സ്, എംപ്ലോയീസ്, ഓണേഴ്സ്, അവരുടെ പേരിലൊക്കെ ഉള്ള അക്കൗണ്ടാണ് നാച്ചുറൽ പേഴ്സണൽ അക്കൗണ്ട് എന്ന് പറയുന്നത്. പിന്നെ ആർട്ടിഫിഷ്യൽ ഓർ ലീഗൽ എൻറ്റിറ്റി അക്കൗണ്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ലീഗൽ എൻറ്റിറ്റിയുടെ പേരിലുള്ള, അതായത് ബാങ്കിൻ്റെ പേരിൽ, ബാങ്ക് ലോണിൻ്റെ പേരിലൊക്കെ ഉള്ള അക്കൗണ്ടുകൾ. പിന്നെ റെപ്രസെൻറ്റേറ്റീവ് പേഴ്സണൽ അക്കൗണ്ട് ഉണ്ട്. അത് അക്കൗണ്ട്സ് ഇൻക്ലൂഡ് ദോസ് അക്കൗണ്ട്സ് റെപ്രസെൻറ്റ് നാച്ചുറൽ ഓർ ആർട്ടിഫിഷ്യൽ പേഴ്സൺ സച്ച് ആസ് ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസ്, അക്രൂഡ് ഇൻകം, അതൊക്കെയാണ് അതിൽ വരുന്നത്. പിന്നെ ഈ പേഴ്സണൽ അക്കൗണ്ടിൻ്റെ റൂൾ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഡെബിറ്റ് ദ റിസീവർ ആൻഡ് ക്രെഡിറ്റ് ദ ഗിവർ. ഇങ്ങോട്ട് തരുന്ന ആളെ ഡെബിറ്റ് ചെയ്യുക, അങ്ങോട്ട് കൊടുക്കുന്ന ആളെ ക്രെഡിറ്റ് ചെയ്യുക, അതാണ് അതിൻ്റെ റൂള്. അടുത്ത നോമിനൽ അക്കൗണ്ടാണ്. നോമിനൽ അക്കൗണ്ടിൻ്റെ റൂള് ഡെബിറ്റ് ആൾ എക്സ്പെൻസ് ആൻഡ് ലോസസ്, ക്രെഡിറ്റ് ആൾ ഇൻകംസ് ആൻഡ് ഗെയിൻസ്. എക്സ്പെൻസിന് ലോസിന് ഡെബിറ്റ് ചെയ്യുക, ഇൻകത്തിനും ഗെയിൻസിനും ക്രെഡിറ്റ് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു റോള്. ഇനി അമേരിക്കൻ അക്കൗണ്ടിങ് അപ്രോച്ചിൽ അസറ്റ്, ലയബിലിറ്റീസ്, ഓണേഴ്സ്, ഇക്വിറ്റി, റവന്യൂ, എക്സ്പെൻസ്, ഇതൊക്കെ എന്താണെന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ ഇതിനൊക്കെ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ അസറ്റിൽ നമുക്കറിയാം അക്കൗണ്ട്സ് റിസീവബിൾ, ക്യാഷ്, ഇൻവെൻട്രി, ലാൻഡ്, ബിൽഡിങ്, എക്യുപ്മെൻറ്റ്, ട്രേഡ് മാർക്ക്, ഗുഡ് വില്ല്, ഇതൊക്കെ അസറ്റുകൾ. ലയബിലിറ്റീസ് നമുക്കറിയാം അക്കൗണ്ട്സ് പേയബിൾ, അതുപോലെ ഡെപ്റ്റ് ആൻഡ് ഒബ്ലിഗേഷൻസ്, നമ്മളൊരാൾക്ക് കൊടുക്കാനുള്ളത്, ബാങ്കിന് കൊടുക്കാനുള്ളത്. അക്കൗണ്ട്സ് പേയബിൾ, വേജ് പേയബിൾ, ടാക്സ് പേയബിൾ, ലോൺ പേയബിൾ, മോർട്ട്ഗേജ് പേയബിൾ, അങ്ങനെ നമ്മൾ കൊടുക്കാനുള്ളതൊക്കെ എന്താണ്, ലയബിലിറ്റിയാണ്. അടുത്ത ഓണേഴ്സ് ഇക്വിറ്റി, അതായത് ഓണേഴ്സിൻ്റെ അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സിൻ്റെ ആ ക്യാപിറ്റലാണ് അതിൽ വരിക. ഇതിനെ പറയുന്ന മറ്റൊരു പേരാണ് ക്യാപിറ്റലിന്, ഓണേഴ്സ് ഇക്വിറ്റിന്. അടുത്ത റവന്യൂ. റവന്യൂ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, കമ്പനി ജനറേറ്റ് ചെയ്യുന്ന ഇൻകമാണ് റവന്യൂ. അതായത് പ്രൊഡക്റ്റ് സെയിൽ ചെയ്യുമ്പോഴും, പ്രൊഡക്റ്റ് ആൻഡ് സർവീസസ് സെയിൽ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് റവന്യൂ. അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് നിന്ന്, ഡിവിഡൻഡ് നിന്ന്, അല്ലെങ്കിൽ അസറ്റ് സെയിൽ ചെയ്യുമ്പോൾ. പിന്നെ എക്സ്പെൻസ് പറഞ്ഞാൽ നമുക്കറിയാം
നമ്മൾ വേജ് കൊടുക്കുന്നത്, റോ മെറ്റീരിയൽസിൻ്റെ എക്സ്പെൻസ്, ഇൻട്രസ്റ്റ്, റെൻറ്റ്, യൂട്ടിലിറ്റീസ്, ഡിപ്രിസിയേഷൻ, ഇതൊക്കെ എന്താണ് എക്സ്പെൻസുകളാണ്. ഇനി ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് റൂൾ ഫോർ ഡിഫറെൻറ്റ് അക്കൗണ്ട് ടൈപ്സ്. അപ്പോൾ അത് നേരത്തെ പറഞ്ഞ കാര്യം തന്നെ അല്ല, ഇത് അമേരിക്കൻ അപ്രോച്ചാണ്. അസറ്റ് അക്കൗണ്ട്സ് നോർമലി ഹാവ് ഡെബിറ്റ് ബാലൻസ്. അസറ്റ് അക്കൗണ്ടിന് എന്തായിരിക്കും? ഡെബിറ്റ് ബാലൻസ് ആയിരിക്കും. ടു ഇൻക്രീസ് അസറ്റ് ആണെന്നുണ്ടെങ്കിൽ അസറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ നമ്മൾ ഡെബിറ്റ് ചെയ്യണം, അസറ്റ് ഡിക്രീസ് ചെയ്യുമ്പോൾ നമ്മൾ ക്രെഡിറ്റ് ചെയ്യണം. അടുത്ത എക്സ്പെൻസ് അക്കൗണ്ടിന് നോർമലി ഡെബിറ്റ് ബാലൻസ് ആണ്. എക്സ്പെൻസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡെബിറ്റ് ചെയ്യുക, എക്സ്പെൻസ് ഡിക്രീസ് ചെയ്യുമ്പോൾ ക്രെഡിറ്റ് ചെയ്യാം. അടുത്ത് ക്യാപിറ്റൽ, ലയബിലിറ്റി, ഇൻകം, ഇതിനൊക്കെ ക്രെഡിറ്റ് ബാലൻസ് ആണ്. ക്യാപിറ്റലും ലയബിലിറ്റിയും ഇൻകം ഡിക്രീസ് ചെയ്യുമ്പോൾ ഡെബിറ്റ് ചെയ്യുക, ഇൻക്രീസ് ചെയ്യുമ്പോൾ ക്രെഡിറ്റ് ചെയ്യുക. അങ്ങനെയാണ് അതിൻ്റെ റൂൾ വരിക. ഇനി അതിൻ്റെ ഒരു സമ്മറി, ആ റൂളിൻ്റെ സമ്മറിയാണ് ഡെബിറ്റ് ടു ഇൻക്രീസ് അസറ്റ് ആൻഡ് എക്സ്പെൻസ് അക്കൗണ്ട്. ഇത് നന്നായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് പ്രോബ്ലം ചെയ്യാനൊന്നും ഒരു കുഴപ്പമില്ല. പക്ഷേ നിങ്ങൾക്ക് പ്രോബ്ലം അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ആവശ്യമില്ല. ഡെബിറ്റ് ടു ഇൻക്രീസ് അസറ്റ് ആൻഡ് എക്സ്പെൻസ് അക്കൗണ്ട്, ക്രെഡിറ്റ് ടു ഡിക്രീസ് അസറ്റ് ആൻഡ് എക്സ്പെൻസ് അക്കൗണ്ട്, ക്രെഡിറ്റ് ടു ഇൻക്രീസ് ക്യാപിറ്റൽ, ലയബിലിറ്റി ആൻഡ് ഇൻകം അക്കൗണ്ട്, ഡെബിറ്റ് ടു ഡിക്രീസ് ക്യാപിറ്റൽ, ലയബിലിറ്റി ആൻഡ് ഇൻകം അക്കൗണ്ട്. അപ്പോൾ അത്രയാണ് ഈ ഒരു ചാപ്റ്റർ വരുന്നത്.